വായിച്ച തിരുവെടുത്ത് വളരെ പരിചിതമായ തിരുവെടുത്താണ്. ഗലാത്യ ലേഖനം 6-ാം അധ്യായം അതിൻ്റെ 14-ാമത്തെ വാക്യം. ഒരിക്കൽ കൂടി ആ തിരുവെടുത്ത് വായിച്ച് സഹായിക്കണം. എനിക്കോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശിലല്ലാതെ പ്രശംസിപ്പാൻ ഇടവരരുത്. വളരെ പരിചിതമായ വാക്യശകലമാണ് ദൈവമക്കൾക്ക് ഈ തിരുവെടുത്ത്. ഇന്നും നാളെയും മറ്റന്നാളും നടക്കുന്ന ഈ സുവിശേഷ യോഗം, ഈ ശുശ്രൂഷ കേൾവിക്കാർക്ക്, ദേശത്തിന്, കൂടപ്പെട്ടവർക്ക് അനുഗ്രഹമായി തീരട്ടെ എന്ന് വീണ്ടും പ്രാർത്ഥിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. പുതിയ നിയമത്തിലെ 21 ലേഖനങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ലേഖനമാണ് ഗലാത്യ ലേഖനം. എന്തിനാ ഈ ലേഖനങ്ങളെല്ലാം എഴുതിയിരിക്കുന്നത്? ദൈവസഭ ഉപദേശത്തിലും പ്രമാണത്തിലും നിലനിന്ന് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വീണ്ടും വരവിന് ഒരുങ്ങണം. ആ വരവിൽ ആരും കൈവിടപ്പെട്ടു പോകരുത്. എല്ലാവരും ചേർത്ത് കൊള്ളപ്പെടണം. ഒരിക്കൽ യേശു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്നു. അതെന്തിനാന്ന് ചോദിച്ചാൽ മനുഷ്യവർഗത്തിൻ്റെ പാപം പരിഹരിക്കുവാൻ. ഒരു വ്യത്യാസവുമില്ല. എല്ലാവരും പാപം ചെയ്ത് ദൈവതേജസ് ഇല്ലാത്തവരായി നഷ്ടപ്പെടും. ആ പാപികളാകുന്ന മനുഷ്യവർഗത്തെ രക്ഷിക്കുവാൻ പാപമില്ലാത്ത സർവജ്ഞനായ ക്രിസ്തു ഈ താണലോകത്തിലേക്ക് ഇറങ്ങി വന്നു. വചനം ജഡമായി കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. ആ യേശു ക്രിസ്തുവിൽ ആര് വിശ്വസിക്കും, ആര് യേശുവിനെ ഏറ്റെടുക്കും, അവർക്ക് പാപമോചനവും രക്ഷയും വീണ്ടെടുപ്പുമുണ്ട്. മറ്റൊരുത്തനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഒരേ ഒരു നാമം, അത് യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധ നാമമാണ്. ആ ക്രിസ്തുവിനെ ആര് രക്ഷിതാവായി സ്വീകരിക്കും, അവർക്ക് രക്ഷയും വീണ്ടെടുപ്പുമുണ്ട്. ആ ക്രിസ്തുവേശു ഒരിക്കൽ ഈ ഭൂമിയിൽ അവതരിച്ച് നാടെങ്ങും നന്മ സുവിശേഷിച്ച് മരിച്ചവരെ ഉയർപ്പിച്ച് രോഗികളെ സൗഖ്യമാക്കി ബന്ധനസ്ഥരെ വിടുവിച്ച് തിരുവെടുത്ത് അവിടുത്തെ എഴുതി വച്ചിരിക്കുന്നത് പോലെ അടക്കപ്പെട്ട് 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റു. ഇന്നും സ്വർഗത്തിൽ ജീവിക്കുന്നു. അപ്പോൾ അതാണ് സുവിശേഷം. എന്താണ് സുവിശേഷം? പൗലോസ് വളരെ സ്പഷ്ടമായിട്ട് പറഞ്ഞു. ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തുവിനെ ഓർത്തുകൊള്ളുവീൻ. അതാകുന്നു ഞങ്ങളുടെ സുവിശേഷം. ആ സുവിശേഷത്താൽ ആകൃഷ്ടരായ കടന്നു വന്ന അപ്പോസ്തോലന്മാരാൽ ദൈവസഭയ്ക്ക് പ്രയോജനമാകുന്ന വിധത്തിൽ തന്നിരിക്കുന്ന ലേഖനങ്ങളാണ് 21 ലേഖനങ്ങൾ. റോമാലേഖനം മുതൽ യൂദയുടെ ലേഖനം വരെ 21 ലേഖനം. അതിൽ വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു ലേഖനമാണ് ഗലാത്യ ലേഖനം. നമ്മൾ ഇന്ന് രാത്രി ഗലാത്യ ലേഖനം 6-ാം അധ്യായത്തിൻ്റെ 14-ാമത്തെ തിരുവെടുത്താണ് ചിന്തയ്ക്ക് അടിസ്ഥാനമായിട്ട് വായിച്ചത്. എനിക്കോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശിലല്ലാതെ പ്രശംസിപ്പാൻ ഇട വരരുത്. ഗലാത്യ ലേഖനത്തിൻ്റെ പശ്ചാത്തലവും ചരിത്രവും പഠിക്കുമ്പോൾ ഈ ഗലാത്യ വിശ്വാസികൾ വളരെ തീഷ്ണതയോടൊക്കെ നിന്നവരാ. ഇവരുടെ തീഷ്ണതയുടെ ഒരു വിശേഷതയാണ് പൗലോസിന് കണ്ണുപോലും ചൂന്നെടുത്ത് കൊടുക്കാൻ മനസ്സുള്ളവരായിരുന്നു. പൗലോസിനെ കാഴ്ചയ്ക്കല്പം പ്രയാസമുണ്ടായിരുന്നെന്നും ആ കണ്ണ് നഷ്ടപ്പെട്ടു പോകുമെന്ന് പോലും ചിന്ത വന്നപ്പോൾ അവർ പറഞ്ഞു, പേടിക്കണ്ട, അഥവാ കണ്ടുപോയാൽ ഞങ്ങളുടെ കണ്ണ് പകരം ചൂന്നെടുത്ത് തരാമെന്ന് പറഞ്ഞു. ഇന്നെങ്ങാനും വന്നേ പൗലോസിൻ്റെ ഉള്ള കണ്ണൂടെ ചൂന്നെടുക്കാനിരിക്കുക. എന്നാൽ അന്ന് അത്ര തീഷ്ണതയുള്ളത് കൊണ്ടാണ് അവരത് പറഞ്ഞത്.
അതെ, ഈ ഗലാത്യ വിശ്വാസികൾ ഉപദേശ വിഷയത്തിൽ അടിയുറച്ചു നിൽക്കുവാൻ പൗലോസ് ഈ ലേഖനം എഴുതി. പൗലോസിന്റെ 3 ലേഖനങ്ങൾ തർജ്ജമ ലേഖനമാണ്. ഗലാത്യ ലേഖനം, കൊരിന്തി ലേഖനം, എബ്രായ ലേഖനം. അതില് 3 പെശകിനെതിരെയുള്ള ലേഖനമാണ്. 1 ഉപദേശ പെശക്, 2 ജീവിത പെശക്, 3 വിശ്വാസ പെശക്. അതിൽ ഉപദേശ പെശകിന് എതിരെ എഴുതിയ ലേഖനമാണ് ഗലാത്യ ലേഖനം. ഗലാത്യ വിശ്വാസികളുടെ ഇടയിൽ ദുരുപദേശക്കാര് കടന്നു വന്നു. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, ഞങ്ങൾ നിങ്ങളോട് അറിയിച്ച സുവിശേഷത്തിന് വിപരീതമായിട്ട് ഞങ്ങളാകട്ടെ സ്വർഗത്തിൽ നിന്നൊരു ദൂതനാകട്ടെ എന്ന് പറഞ്ഞാൽ അവൻ ശപിക്കപ്പെട്ടവന്. നിങ്ങൾ വേറൊരു സുവിശേഷത്തിലേക്കും വേറൊരു ഉപദേശത്തിലേക്കും പോകരുത്. ഇതാണ് ശരിയായ ഉപദേശം. ഞാൻ ആ ഭാഗമെല്ലാം വിവരിക്കുന്നില്ല. 1-2 കാര്യങ്ങൾ കമ്പിവാചകം പോലെ ഇന്ന് രാത്രി നമുക്കൊന്ന് ചിന്തിക്കാം. 1-ാം അധ്യായത്തിൽ പറയുന്ന ദുരുപദേശമായിട്ട് വരുന്നവൻ ശപിക്കപ്പെട്ടവന്. നമുക്കറിവുള്ള വാക്യമാ. അങ്ങനെയുള്ള ആ ശാപകരമായ അവസ്ഥയിലേക്ക് ദൈവമക്കൾ പോകരുതെന്നാണ് 1-ാം അധ്യായത്തിൽ അതിൻ്റെ 7 മുതലുള്ള വാക്യം വായിച്ചാട്ടെ. 1-ന്റെ 7 മുതൽ വായിച്ചോ മോളെ. അത് വേറൊരു സുവിശേഷം എന്നല്ല, ചിലർ നിങ്ങളെ കലക്കി ക്രിസ്തുവിന്റെ സുവിശേഷം മറിച്ചു കളവാൻ ഇച്ഛിക്കുന്നു എന്നത്രേ. എന്നാൽ ഞങ്ങൾ നിങ്ങളോട് അറിയിച്ചതിന് വിപരീതമായി ഞങ്ങളാകട്ടെ സ്വർഗത്തിൽ നിന്ന് ഒരു ദൂതനാകട്ടെ നിങ്ങളോട് സുവിശേഷം അറിയിച്ചാൽ അവൻ ശപിക്കപ്പെട്ടവൻ. ദൈവത്തിന്റെ മഹത്വം. അപ്പോൾ വേറൊരു സുവിശേഷം. എന്താ സുവിശേഷം? സുവിശേഷം യേശുക്രിസ്തു എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തുവിൽ കൂടി മാത്രമാണ് രക്ഷ. മറ്റൊരുത്തനിലും രക്ഷയില്ല. കർമ്മമാർഗം കൊണ്ടോ പുണ്യപ്രവൃത്തി കൊണ്ടോ ദാനധർമ്മം കൊണ്ടോ നേർച്ച കാഴ്ച കൊണ്ടോ ആചാര അനുഷ്ഠാനങ്ങൾ കൊണ്ടോ പാരമ്പര്യം കൊണ്ടോ മാമൂലുകൾ കൊണ്ടോ രക്ഷിക്കപ്പെടാൻ ഒക്കത്തില്ല. യേശുക്രിസ്തുവിൽ കൂടി മാത്രമാണ് രക്ഷ. ഇതിന് വിപരീതമായിട്ട് എന്തെങ്കിലും ചെയ്താൽ, പ്രവർത്തിച്ചാൽ, കാഴ്ചവെച്ചാൽ, കൊടുത്താൽ രക്ഷപ്പെടുമെന്ന് ആരെങ്കിലും പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, അങ്ങനെ തുടരുന്നെങ്കിൽ അവർ ശപിക്കപ്പെട്ടവരാ. സ്തോത്രം. 10 കോഴിയെ കൊടുത്താൽ രക്ഷിക്കപ്പെടുമെന്ന് എങ്ങാനും പഠിപ്പിച്ചാൽ അത് ശാപമാണ്. മുടുത്തൊരു കാളയും 2 പോത്തിനെയും തത്തുല്യമായ വസ്തുതകൾ കൊണ്ട് കൊടുത്താൽ രക്ഷപ്പെടും, സ്വർഗത്തിൽ പോകാമെന്ന് പഠിപ്പിച്ചാൽ അവൻ ശപിക്കപ്പെട്ടവന്. 10 സെന്റ് സ്ഥലം എഴുതി കൊടുത്താൽ മതി, സ്വർഗത്തിൽ പോകും, അങ്ങനെ പഠിപ്പിച്ചാൽ അത് ശാപമാണ്. സ്തോത്രം. സ്തോത്രകാഴ്ച എല്ലാം കൂടെ ഇവിടെ കൊണ്ടിട്ടാൽ മതി, അമ്മാമ്മ നേരെ റോക്കറ്റ് പോകുമ്പോൾ സ്വർഗത്തിൽ പോകും. അതൊക്കെ അങ്ങനെ പഠിപ്പിക്കുകയാണെങ്കിൽ പറഞ്ഞാൽ ശപിക്കപ്പെട്ടവനാ. ഉപദേശിമാർക്കും അച്ഛന്മാർക്കും എല്ലാം ശാപ്പാട് നന്നായിട്ട് ഒരുക്കി കൊടുത്താൽ സ്വർഗത്തിൽ പോകും, അങ്ങനെ പഠിപ്പിച്ചാൽ ശാപമാണ്. അപ്പം അങ്ങനെയുള്ള പഠിപ്പീരുകളൊക്കെ ഉണ്ട്. എന്ന് പറഞ്ഞാൽ ഭൗതികമായ ചില കാര്യങ്ങൾ ചെയ്താൽ മതി, സ്വർഗത്തിൽ പോകാം. സൽപ്രവൃത്തികളാൽ സ്വർഗത്തിൽ പോകാം. സൽപ്രവൃത്തി ചെയ്യണം, അത്യാവശ്യമാണ്. പക്ഷെ സ്വർഗത്തിൽ പോകാൻ അതല്ല മാർഗം. നിത്യതയിലെത്തുവാൻ, സ്വർഗത്തിൽ പോകുവാൻ യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കണം. യേശുവല്ലാതെ വേറൊരു രക്ഷകൻ ഇകത്തിലുണ്ടോ പറകാം, മന്നമേ ഇകത്തിലുണ്ടോ പറകാം. യേശുവല്ലാതെ വേറൊരു രക്ഷകൻ ഇകത്തിലുണ്ടോ പറകാം, മന്നമേ ഇകത്തിലുണ്ടോ പറകാം. അപ്പോൾ യേശുക്രിസ്തു മാത്രമാണ് ഏകരക്ഷിതാവ്. ഇതിന് വിപരീതമായിട്ട് ആരെങ്കിലും പഠിച്ചാൽ അവൻ ശപിക്കപ്പെട്ടവന്. അതാണ് 1-ാം അധ്യായത്തിലെ പ്രധാനപ്പെട്ട വിഷയം. ഞാൻ അധ്യായം തരംതിരിച്ച് പറയുവാൻ ഇന്ന് രാത്രി തുനിയുന്നില്ല. നിശ്ചയിക്കപ്പെട്ട സമയത്ത് ഈ രാത്രിയിലെ പ്രസംഗം അവസാനിപ്പിക്കും. പ്രാരംഭത്തിൽ ഓർപ്പിച്ചല്ലോ, ദൈവം അനുവദിച്ചാൽ നാളെ ഇവിടെ ഞാൻ ഉണ്ടല്ലോ. അപ്പം ഇച്ചിരി നേരത്തെ തുടങ്ങി നേരത്തെ നമുക്ക് നിർത്താം. ദൈവം അതിന് കൃപ നൽകുമാറാകട്ടെ. ഇവിടെ
6-ാം അധ്യായത്തിന്റെ 14-ാമത്തെ തിരുവെടുത്താണ് നമ്മൾ വായിച്ചത്. എനിക്കോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശിലല്ലാതെ പ്രശംസിപ്പാൻ ഇടവരരുത്. എനിക്കോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശിലല്ലാതെ പ്രശംസിപ്പാൻ ഇടവരരുത്. ഇന്ന് രാത്രി നമ്മൾ ചിന്തിക്കാൻ പോകുന്ന ഒരു ചെറിയ വിഷയം, ക്രൂശിൽ പ്രശംസിപ്പാനുള്ള കാരണം. പൗലോസ് പറയുകയാണ്, എനിക്കോ നമ്മുടെ കർത്താവാകുന്ന യേശു ക്രിസ്തുവിന്റെ ക്രൂശിലല്ലാതെ പ്രശംസിപ്പാൻ ഇടവരരുത്. കാരണം പൗലോസിനെ ജഡത്തിൽ പ്രശംസിപ്പാൻ ഒത്തിരി വകയുള്ളവനാ. വേദപുസ്തകം പഠിക്കുന്ന നിങ്ങൾക്കറിയാം, 8-ാം നാളിൽ പരിച്ഛേദനയേറ്റവൻ, ബെന്യാമീൻ ഗോത്രജൻ, ഇസ്രായേൽ ജാതിക്കാരൻ, ന്യായപ്രമാണം സംബന്ധിച്ച് പരീശൻ, പിന്നെ ശുഷ്കാന്തി നിമിത്തം സഭയെ ഉപദ്രവിച്ചും, പിന്നെ ഉപദേശിമാര് പറ, ഉപദേശിമാരുടെ ഭാര്യമാര് പറ, ഈ തണുപ്പം പിടിച്ച് വെറുതെ കുത്തിയിരിക്കാതെ വായിച്ചേ. ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായത്തിന്റെ 4 മുതൽ വായിച്ചു. പക്ഷേ എനിക്ക് ജഡത്തിലും ആശ്രയിപ്പാൻ വകയുണ്ട്. എനിക്ക് ജഡത്തിൽ ആശ്രയിപ്പാൻ വകയുണ്ട്. മറ്റാർക്കാനും ജഡത്തിൽ ആശ്രയിക്കാമെന്ന് തോന്നിയാൽ എനിക്ക് അധികം. 8-ാം നാളിൽ പരിച്ഛേദനയേറ്റവൻ കൃത്യത്തിന് കാര്യമൊക്കെ നടത്തിയ ആളാ. പിന്നെ ഇസ്രായേൽ ജാതിക്കാരൻ, ബെന്യാമിൻ ഗോത്രക്കാരൻ, എബ്രായരിൽ നിന്ന് ജനിച്ച എബ്രായൻ സങ്കരമല്ലെന്നാ പറഞ്ഞതിന്റെ അർത്ഥം. പിന്നെ ന്യായപ്രമാണം സംബന്ധിച്ച് പരീശൻ, പിന്നെ ശുഷ്കാന്തി സംബന്ധിച്ച് സഭയെ കണ്ടമാനം ഉപദ്രവിച്ചവൻ, ന്യായപ്രമാണത്തിലെ നീതി സംബന്ധിച്ച് അനന്യൻ. എങ്കിലും എനിക്ക് ലാഭമായിരുന്നതൊക്കെയും ഞാൻ ക്രിസ്തുയേശു നിമിത്തം. അപ്പോൾ പൗലോസിനെ പറ്റി പറയുന്നത് ഈ വിധത്തിലൊക്കെ ഒത്തിരി ശ്രേഷ്ഠത, പ്രശംസിപ്പാൻ വകയുള്ളയാളാ. പിന്നെ റോമ പൗരത്വം അത് കാശ് കൊടുത്ത് മേടിച്ചതല്ല, ജന്മനാ കിട്ടിയതാ. പിന്നെ ചരിത്രമൊക്കെ പറയുന്നതും പഠിപ്പിക്കുന്നതും കപ്പലുമൊക്കെ ഉണ്ടായിരുന്നെന്നാ. കപ്പലുടമസ്ഥന്റെ മകനാണെന്നും കപ്പലുണ്ടെന്നും ഒക്കെയാ. അതുകൊണ്ട് ആ കപ്പൽ യാത്രയെ പറ്റിയൊക്കെ നല്ല തിട്ടമുണ്ടായിരുന്നു. ഞങ്ങളുടെ ഒരു ഉപദേശി പ്രസംഗം പറഞ്ഞു, ഒരു കപ്പൽ അങ്ങോട്ട് പോകുമ്പോൾ ഒരു കപ്പൽ ഇങ്ങോട്ട് വരിക. അതെനിക്കറിയത്തില്ല. ഓട്ടോ പോകുമ്പോൾ കപ്പൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോയാ. അപ്പൊ എന്തായാലും അത്രയ്ക്ക് സൗകര്യവും ചുറ്റുപാടുമുള്ള ആളായിരുന്നു. മാത്രമല്ല ഗമാലിയേലിന്റെ പാദപീഠത്തിലിരുന്ന് ന്യായപ്രമാണത്തിന്റെ എല്ലാ വശങ്ങളും നന്നായിട്ട് പഠിച്ച ആളാണ്. സെന്നിധി സംഘത്തിൽ അംഗമായിരുന്നെന്ന തന്നെയല്ല, തൻ്റെ യഹൂദ മതത്തിൽ എരിവുള്ളവനായിരുന്നു. അതാണല്ലോ പൗലോസ് പറയുന്നത്, എൻ്റെ യഹൂദ മതത്തിലെ മുമ്പിലത്തെ നടപ്പ് നിങ്ങൾക്കറിയാമായിരുന്നല്ലോ. ഈ മാർഗക്കാരാകുന്ന വല്ല പുരുഷന്മാരെയും കണ്ടാൽ പിടിച്ചു കെട്ടി കൊന്നുകളയുവാൻ യെരൂശലേമിൽ ചെന്ന് മഹാപുരോഹിതന്റെ അധികാരപത്രം വാങ്ങി വാശിയോടും വൈരാഗ്യത്തോടും മതഭ്രാന്ത് കയറി വളരെ ധീരതയോടെ അവൻ വന്ന ആ ചരിത്രം അപ്പോസ്തല പ്രവൃത്തിയിൽ എഴുതിയിട്ടുണ്ട്. അത്രയ്ക്കൊക്കെ വളരെ തീക്ഷ്ണതയുള്ളയാളായിരുന്നു. ഈ മാർഗക്കാരെ കണ്ടാൽ പിടിച്ചു കെട്ടി കൊല്ലും, വീട് കയറി ഉപദ്രവിച്ചു. നിങ്ങൾക്കറിയാം, പുതിയ നിയമസഭയുടെ രക്തസാക്ഷിയാകുന്ന സ്തേഫാനോസിനെ കല്ലെറിയാൻ പോയപ്പോൾ ആ കല്ലെറിയാൻ പോയ ആൾക്കാർ അവരുടെ വസ്ത്രമെല്ലാം ഈ ശൗലിൻ്റെ, അല്ലെങ്കിൽ പിന്നത്തേതിൽ പൗലോസ് ശൗലിൻ്റെ പക്കൽ ഏൽപ്പിച്ചു കൊടുത്തു. അടുത്ത വാക്യത്തിലുണ്ട്, അവനെ കൊന്നത് ശൗലിന് സമ്മതമായിരുന്നു. എൻ്റെ ഭാഷ പറഞ്ഞാൽ ഉപദേശിയെ കൊന്നത് പുള്ളിക്ക് സമ്മതം. അങ്ങനെ ആണെന്നില്ല, നമ്മളെ കൊന്ന ആരും ചോദിക്കാനും പറയാനും വേറെ ആരെങ്കിലും ഒക്കെ തൊട്ട് കഴിഞ്ഞാൽ അന്നേരം വിവരം അറിയും. നമ്മളെ ആരെങ്കിലും നമ്മുടെ ആൾക്കാരെ തന്നെ കൊല്ലണമെന്നും പറഞ്ഞിരിക്കുക. തട്ടിയാക്കാനാ പറയുന്നത്. അപ്പൊ എന്തായാലും ഒരു കാര്യം പറയാം, ഇങ്ങനെയൊക്കെ വളരെ മതഭ്രാന്ത് കയറിയ ആളാ പൗലോസ്. എന്നാൽ ഈ വാശിയോടെ വൈരാഗ്യത്തോടെ കടന്നു വന്ന പൗലോസിനെ, ശൗലിനെ ഡമസ്കസിന്റെ പടിക്ക വെച്ച് യേശു കണ്ടു, അല്ലെങ്കിൽ യേശുവിനെ കണ്ടു. നീ ആരാകുന്നു കർത്താവേ എന്ന് ചോദിച്ചതിന് മറുപടി, നീ ഉപദ്രവിക്കുന്ന നസറയനാകുന്ന യേശു.
യേശുവിനെ നേരിട്ട് ഉപദ്രവിച്ചിട്ടില്ല പൗലോസ്. എന്നാൽ യേശുവിനെ പ്രസംഗിക്കുന്ന, യേശുവിനെ സ്നേഹിക്കുന്ന, യേശുവിനെ ആരാധിക്കുന്ന, യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ച, യേശുവിനെ മഹത്വപ്പെടുത്തുന്ന ദൈവമക്കളെ പീഡിപ്പിച്ചു. അത് യേശുവിനെ ഉപദ്രവിക്കുന്നതാണ്. അതുകൊണ്ട് നിങ്ങളെ ആരെങ്കിലും തല്ലുകയോ ഉപദ്രവിക്കുകയോ സുവിശേഷ നിമിത്തം തല്ലുകയോ ഉപദ്രവിക്കുകയോ ചെയ്താൽ ഭാരപ്പെടേണ്ട, അവർ കർത്താവിനെയാണ് ഉപദ്രവിക്കുന്നത്. ആ കാര്യം വ്യവഹരിക്കാൻ കർത്താവ് ശക്തനുമാണ്. നമ്മൾ മെമ്പറിൻ്റെ അടുക്കലും പോകണ്ട, MLA അടുക്കലും പെറ്റീഷൻ എഴുതിക്കൊണ്ട് പോകണ്ട, MP അടുക്കലും പോകണ്ട, മുഖ്യമന്ത്രിക്കും കൊടുക്കണ്ട, പ്രധാനമന്ത്രിക്കും കൊടുക്കണ്ട, വക്കീലിൻ്റെ അടുക്കലും പോകണ്ട, അവിടെ ചെന്ന് പിക്കറ്റും ചെയ്യണ്ട, ആ റോഡിലെല്ലാം പോയി കിടക്കുകയും വേണ്ട. ഒറ്റ കാര്യം ദൈവമക്കൾ ചെയ്താൽ മതി. നമ്മളെ അടിക്കുകയോ ഉപദ്രവിക്കുകയോ പീഡിപ്പിക്കുകയോ ചെയ്യുമ്പോൾ ചെയ്യേണ്ട കാര്യം മുട്ടയിലിരിക്കണം. ആർക്കും താല്പര്യമില്ല. എന്നാൽ എല്ലാം കൂടെ ചെല്ലങ്ങോട്ട്. നമ്മുടെ ആയുധം പ്രാർത്ഥനയാണ്. സ്തോത്രം. ഇവിടെ ആരെ കണ്ടാലും ഏത് ആൾക്കാർ ഇവിടെ ഭരിച്ചാലും ദൈവസഭയ്ക്ക് പീഡയുണ്ട്. ആര് ഭരിച്ചാലും ഇവിടെ പീഡയുണ്ട്. അത് സഭ തുടങ്ങിയ കാലം മുതലേ പീഡയാണ്. നമ്മൾ പറയാം ഇന്ന കക്ഷികൾ കയറിയാൽ നമുക്ക് കുഴപ്പം, നമ്മൾ ഉദ്ദേശിച്ച കുഴപ്പം വരികയല്ല, വേറെ കുഴപ്പം വരും. ദൈവസഭയ്ക്ക് എല്ലാ കാലത്തും പീഡയുണ്ട്. പീഡയിൽ കൂടിയാണ് ഇത് പോകേണ്ടത്. അങ്ങനെ ആണെന്നല്ല പുസ്തകത്തിലെ വാക്യം, സഹിക്കുന്നുവെങ്കിൽ കൂടെ വാട, അനേക കഷ്ടങ്ങളിൽ കൂടി നാം ദൈവരാജ്യം, അങ്ങനെയാ പോകേണ്ടത്. അപ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ ചെയ്യേണ്ടത് ദൈവസന്നിധിയിൽ മുഴങ്കാലമടക്കി പ്രാർത്ഥിക്കണം. ആദിമസഭയ്ക്ക് പീഡയുണ്ടായപ്പോൾ ഉണ്ടാകാൻ കാരണം സുന്ദരമെന്ന ദേവാലയ ഗോപുരത്തിലൊരു മുടന്തനിരുന്നു. പത്രോസ് യോഹന്നാനും പ്രാർത്ഥിക്കാൻ ചെന്നപ്പോൾ വല്ലതും കിട്ടുമെന്ന് കരുതി ഇവൻ ഭിക്ഷ ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, നീ ഉദ്ദേശിക്കുന്ന പോലെ വെള്ളിയും പൊന്നും ഒന്നും ഞങ്ങൾക്കില്ല. വായിച്ച മോളെ 3:1 മുതൽ വായിച്ചു. അപ്പോസ്തല പ്രവൃത്തി 3-ാം അധ്യായത്തിൻ്റെ 1 മുതൽ. ഗലാത്യലേഖനം എടുക്കുന്ന ഞാൻ കണ്ടതല്ല. അപ്പോസ്തല പ്രവൃത്തി 3:1 മുതൽ. ഒരിക്കൽ പത്രോസും യോഹന്നാനും 9-ാം മണി നേരം പ്രാർത്ഥന സമയത്ത് ദേവാലയത്തിലേക്ക് ചെല്ലുമ്പോൾ അമ്മയുടെ ഗർഭം മുതൽ മുടന്തനായ ഒരാളെ. എനിക്ക് നിങ്ങളെ അഭിനന്ദിക്കും. നിങ്ങൾ ബൈബിള് കൊണ്ടുവന്ന് കഴിഞ്ഞ ദിവസം ഞാൻ ചോദിച്ചപ്പം അന്നേരം ഉണ്ടായിരുന്നല്ലേ? നന്നായിരിക്കുന്നു കേട്ടോ. ചില മോനും കൊണ്ടുവന്ന് നന്നായിരിക്കുന്നു. ചില ചുമ്മാ അങ്ങ് അടക്കുക, പാട്ടാടിയാന്ന് പറഞ്ഞ് വേറെ ഒത്തം കൊണ്ട്. അങ്ങനെയുള്ളവരാര് നമ്മുടെ സ്റ്റേജിൽ പോലും കയറ്റരുത്. അവൻ പാടാനായിട്ട് ഇങ്ങനെ നിൽക്കും, വേറെ സദ്യ ആടാന്ന് ചോദിക്കണം. ഇത് ആത്മീക ശുശ്രൂഷയാണ്. നിങ്ങളെ അഭിനന്ദിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അങ്ങനെ വേണം. പാട്ടുകാരാന്തേലും കൊട്ടുകാരാന്തേലും എല്ലാം വേദവസ്ഥമായിട്ട് വന്നിരിക്കണം. കാരണം ഇത് ദൈവത്തിൻ്റെ വചനമാണ്. ഒത്തിരി സന്തോഷം. നിങ്ങളത് തുറന്ന് നോക്കുകയും വായിക്കുകയും ചെയ്ത് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. സ്തോത്രം. ഇത് എല്ലാ പാട്ടുകാർക്കും എല്ലാ കൊട്ടുകാർക്കും ഒരു മാതൃകയാണ്. ഇതിങ്ങനെ ഒരു കാണാൻ പോലെ നിൽക്കുക, വേറെ പുസ്തകം കൊണ്ടുവരികയില്ല, തുറക്കുകയില്ല, വായിക്കുകയില്ല. അങ്ങനെ ഒത്തിരി കേസുകളുണ്ട്. അത് പോട്ടെ, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. മോള് വായിച്ചോ. മോള് ഇതൊന്നും കണ്ടു ഞെട്ടണ്ട. 3:1. ഒരിക്കൽ പത്രോസും യോഹന്നാനും 9-ാം മണി നേരം പ്രാർത്ഥന സമയത്ത് ദേവാലയത്തിലേക്ക് ചെല്ലുമ്പോൾ അമ്മയുടെ ഗർഭം മുതൽ മുടന്തനായ ഒരാളെ ചിലർ ചുമന്നുകൊണ്ടുവന്നു. അവനെ ദേവാലയത്തിൽ ചെല്ലുന്നവരോട് ഭിക്ഷ യാചിപ്പാൻ സുന്ദരമെന്ന ദേവാലയ ഗോപുരത്തിങ്കൽ ദിനം പ്രതി ഇരുത്തുമാറുണ്ട്. നല്ല സ്ഥലത്താണ് ഇരിക്കുന്നേ. പക്ഷെ എല്ലാരോടും അങ്ങനെയുള്ള ആൾക്കാർ പെന്തിക്കോസിലും ഉണ്ട്. നല്ല സ്ഥലത്താണ് നീ വന്നു കയറിയിരിക്കുന്നത്. ഏറ്റവും ശ്രേഷ്ഠമേറിയ ഒരു അനുഭവത്തിലായി എത്തിയത്. നിന്നെ പുലർത്താൻ നിന്റെ ദൈവം വിശ്വസ്തനുമാണ്. അത് വിവരിക്കുന്നില്ല. ഇവനെ ഭിക്ഷ ചോദിച്ചു. അടുത്തത്, അവൻ പത്രോസും യോഹന്നാനും ദേവാലയത്തിൽ കടപ്പാൻ പോകുന്നത് കണ്ടിട്ട് ഭിക്ഷ ചോദിച്ചു. അപ്പൊ ഇവരുടെ ആ പോക്കും നടത്തവും രീതിയും ഒക്കെ കണ്ടപ്പോഴേ യവന് മനസ്സിലായി ഇവരുടെ കയ്യിൽ നല്ല കണക്കിനുണ്ടെന്നാ തോന്നുന്നു. ഗതി കിട്ടാത്തവനെ കാണുകയാണെങ്കിൽ നമ്മൾ വല്ലതും ചോദിക്കുമോ? നമ്മൾ അങ്ങോട്ട് കൊടുക്കാൻ നോക്കും. അയ്യോ പാവാന്ന് തോന്നുന്നു കേട്ടോ. അപ്പൊ ഈ പത്രോസിന്റെയും യോഹന്നാന്റെയും നടപ്പും എടുപ്പും രീതിയും വരവും ഒക്കെ കണ്ടപ്പോൾ യവനും മനസ്സിലായി
കണക്കിനുണ്ട്, അവനെ ഭിക്ഷ ചോദിച്ചു. അടുത്ത വാക്യം. പത്രോസ് യോഹന്നാനോട് കൂടെ പത്രോസ് യോഹന്നാനോട് കൂടെ അവനെ ഉറ്റുനോക്കി. അത് ശുശ്രൂഷകരുടെ ഐക്യമാ. പത്രോസ് യോഹന്നാനോട് കൂടെ അവനെ ഉറ്റുനോക്കി. ശുശ്രൂഷകരുടെ ഐക്യം. ഇന്നെല്ലാവരും ഒറ്റയ്ക്ക് നോക്കാൻ നടക്കുക. യോഹന്നാനെ കൂട്ടുപിടിക്കുകയല്ല, എല്ലാവരും ഒറ്റയ്ക്ക്. നമ്മുടെ എല്ലാം ചിന്തയാതാ. ഞാൻ നോക്കുമ്പം മുടന്തൻ എഴുന്നേക്കണം, അവൻ നോക്കുമ്പോൾ ഒന്നും നടക്കരുത്. ഞാൻ കൈവച്ച് പ്രാർത്ഥിക്കുമ്പോൾ അത്ഭുതം നടക്കണം, അവൻ കൈവച്ച് പ്രാർത്ഥിച്ചാൽ ഒന്നും നടക്കരുത്. അത് നല്ല ചിന്തയല്ല. ചിലപ്പോൾ ഞങ്ങൾ ഈ സ്റ്റേജിൽ നിന്ന് പ്രസംഗിക്കുമ്പോൾ വലിയ അത്ഭുതം നടക്കുകയില്ല, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോഴായിരിക്കും അത്ഭുതം. ചിലപ്പോൾ ഞങ്ങൾ ഇവിടെ നിന്ന് നല്ല ഈ വില്ല് വളയം പോലെ നിന്ന് പ്രസംഗിച്ചാലും ഒന്നും നടക്കുകയില്ല. നിങ്ങൾ അവിടെ ഇരുന്നൊരു ഹല്ലേലൂയ പറയും, ഒരു സ്തോത്രം പറയുമ്പോഴായിരിക്കും ദൈവശക്തി വ്യാപരിക്കുന്നത്. ഞങ്ങളുടെ നാട്ടിലെ ഒരു പഴഞ്ചൊല്ലുണ്ട്, വേണേ ഒന്ന് പറയാൻ. നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്നറിയത്തില്ല. കേട്ടിട്ടില്ലേ? ഒന്ന് കേട്ടിട്ടുണ്ടെങ്കിൽ ഒന്നുകൂടെ ഒന്ന് ഓർക്കുന്ന നല്ലതാ. അവർ പഴഞ്ചൊല്ല, ആര് കുത്തിയാലും അരി വെളുക്കട്ടെ എന്ന് പറഞ്ഞാൽ, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോഴോ പാടുമ്പോഴോ സ്തോത്രം ചെയ്യുമ്പോഴോ ഞങ്ങൾ പ്രസംഗിക്കുമ്പോഴോ ഈ മകൾ ചിലപ്പോൾ വചനം വായിക്കുമ്പോഴോ ഈ ദൈവദാസന്മാർ ദൈവത്തെ സ്തുതിക്കുമ്പോഴോ ഏത് സമയത്താ ദൈവപ്രവൃത്തി വെളിപ്പെടുന്നെന്നറിയത്തില്ല. എങ്ങനെയാണെങ്കിലും യേശുവിൻ്റെ നാമം ഉയരണം. എല്ലാ നാമത്തിലും മേലായ നാമമാണ് യേശുവിൻ്റെ നാമം. സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെ മുഴങ്കാലുകൾ മടങ്ങുന്ന പരിശുദ്ധ നാമമാണ് യേശുവിൻ്റെ നാമം. യേശുവിൻ്റെ നാമത്തിൽ പാപമോചനമുണ്ട്. യേശുവിൻ്റെ നാമത്തിൽ രോഗശാന്തിയുണ്ട്. യേശുവിൻ്റെ നാമത്തിൽ ഭൂതങ്ങൾ വിട്ടുപോകും. യേശുവിൻ്റെ നാമത്തിൽ സമാധാനമുണ്ട്. ഇന്ന് രാത്രി സമാധാനമില്ലാതെ, സന്തോഷമില്ലാതെ, നിരാശയുടെ അടിത്തട്ടിൽ നീറുന്ന വിഷയമായിട്ട് ആരെങ്കിലും എന്നെ കേൾക്കുന്നെങ്കിൽ, ആത്മഹത്യ പരിഹാരമല്ല, മദ്യപാനം പരിഹാരമല്ല, നാട് വിട്ടു പോകുന്ന പരിഹാരമല്ല, ഒളിച്ചോടുന്നത് പരിഹാരമല്ല, പരിഹാരം യേശുവിലുണ്ട്. ഇന്ന് രാത്രി പ്രാർത്ഥിക്കണം, എൻ്റെ യേശുവേ എന്നെ രക്ഷിക്കണം, എന്നെ സമർപ്പിക്കുന്നു. ആര് പ്രാർത്ഥിക്കും അവരെ ഇന്ന് രാത്രി യേശു രക്ഷിക്കും. രക്ഷകൻ യേശുവിൻ സന്നിധിയിൽ കടന്നു വന്നിടുവീ, മഹത്വരാജനായി നിന്നിലേക്കിന്നവൻ എഴുന്നള്ളിയിടട്ടെ. രക്ഷകൻ യേശുവിൻ സന്നിധിയിൽ മഹത്വരാജനായി നിന്നിലേക്കിന്നവൻ എഴുന്നള്ളിയിടട്ടെ. ദൈവസ്നേഹത്തിന്റെ ദർശനം നീ ക്രൂശിൽ കണ്ടിടുക. പാപമില്ലാത്തവൻ നിന്റെ പേർക്കായി ക്രൂശിൽ മരിച്ചുവല്ലോ. ദൈവസ്നേഹത്തിന്റെ ദർശനം നീ ക്രൂശിൽ കണ്ടിടുക. പാപമില്ലാത്തവൻ നിന്റെ പേർക്കായി ക്രൂശിൽ മരിച്ചുവല്ലോ. വീണ്ടെടുക്കുവാൻ നിൻ വിലയേകുവാൻ, വീണ്ടെടുക്കുവാൻ നിൻ വിലയേകുവാൻ, ജീവരക്തം ഏകനായി ചൊരിഞ്ഞുവല്ലോ. രക്ഷകൻ യേശുവിൻ സന്നിധിയിൽ കടന്നു വന്നിടുവീ, മഹത്വരാജനായി നിന്നിലേക്കിന്നവൻ എഴുന്നള്ളിയിടട്ടെ. രക്ഷകൻ യേശുവിൻ സന്നിധിയിൽ കടന്നു വന്നിടുവീ, മഹത്വരാജനായി നിന്നിലേക്കിന്നവൻ എഴുന്നള്ളിയിടട്ടെ. ഇന്ന് രാത്രി യേശുവിൻ്റെ അടുക്കൽ കടന്നു വരിക. നിനക്ക് സമാധാനവും പാപമോചനവും രക്ഷയും വിടുതലും തരുവാൻ അവിടുന്ന് മതിയായ ദൈവമാണ്. ദൈവത്തിന് മഹത്വം. അപ്പോൾ ആദിമസഭയ്ക്ക് പീഡയുണ്ടാകാൻ കാരണം പത്രോസ് യോഹന്നാനോട് കൂടെ അവനെ ഉറ്റുനോക്കി. നോക്കിയേച്ച് പറഞ്ഞത് അടുത്ത വാക്യം വായിച്ചേ മോളെ. ഞങ്ങളെ നോക്കൂ എന്ന് പറഞ്ഞു. ഞങ്ങളെ നോക്കാൻ പറഞ്ഞു. ഞങ്ങളെ നോക്കൂ. അവൻ വല്ലതും കിട്ടുമെന്ന് കരുതി അവരെ സൂക്ഷിച്ചു നോക്കി. അപ്പോൾ പത്രോസ്, വെള്ളിയും പൊന്നും എനിക്കില്ല, എനിക്കുള്ളത് നിനക്ക് തരുന്നു. അപ്പൊ ശ്രദ്ധിച്ചേ, വല്ലതും കിട്ടുമെന്ന് കരുതി അവൻ സൂക്ഷിച്ചു നോക്കി പത്രോസിനെ യോഹന്നാനെ. അപ്പോൾ അവരിത് കണ്ടുവെച്ച് പറഞ്ഞു, പിന്നെ നീ ഉദ്ദേശിക്കുന്നത് പോലെ വെള്ളിയും പൊന്നും ഒന്നും എനിക്കില്ല, അല്ല ഞങ്ങളുടെ കയ്യിലില്ല. നിങ്ങൾ യോജിച്ചാലും യോജിച്ചില്ലെങ്കിലും ഒരു കാര്യം പറയാം, പത്രോസിൻ്റെയും യോഹന്നാൻ്റെയും കയ്യിൽ ഒരു മോതിരം പോലും ഇല്ല. കാരണം ഇവര് കള്ളം പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല.
അതുകൊണ്ട് വെള്ളിയും പൊന്നുമില്ല. അല്ലെങ്കിൽ വേണേ പറയാം, എടാ എൻ്റെ കല്യാണമോതിരം മാത്രമുണ്ട്, വേണേ ഒക്കെ അന്ന് നിനക്കത് തരാം. അങ്ങനല്ല പറഞ്ഞത്. വെള്ളിയും പൊന്നും ഒന്നും ഞങ്ങളുടെ പക്കൽ ഇല്ല. അപ്പം ആദിമസഭയിൽ വേർപെട്ട കൂട്ടങ്ങളിൽ ഇത് ഇല്ലായിരുന്നെന്നാ അതിൻ്റെ അർത്ഥം. മിണ്ടുന്നില്ലല്ലോ. ഇന്നത്തെ മേലധ്യക്ഷന്മാരുടെ കയ്യിൽ എല്ലാ വിരലിലും മോതിരവാ. നമ്മുടെ വിഷയമല്ലല്ലോ അത്, അതങ്ങ് വിട്ടേക്കാം. ഒരു കാര്യം ഉറപ്പിച്ചും തറപ്പിച്ചും പറയാം, വേദപുസ്തകം പഠിപ്പിക്കുന്നത് ആഭരണ ഭ്രമം അത് പാപമാണ്. നിങ്ങൾ ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലേലും ഉപദേശവാദ. അപ്പോൾ അതെ, വെള്ളിയും പൊന്നും ഞങ്ങളുടെ കൈവശം ഇല്ല. എന്നാൽ ഇങ്ങനെ അതിൻ്റെ ആശയം എങ്ങനെയാ? നീ ഉദ്ദേശിക്കുന്നത് പോലെ വെള്ളിയും പൊന്നും ഞങ്ങളുടെ കൈവശം ഇല്ലെങ്കിലും വെള്ളിയേക്കാൾ പൊന്നിനേക്കാൾ വിലമതിക്കുന്ന ഒന്നുണ്ട്. അത് മറ്റൊന്നുമല്ല, നസറായനാകുന്ന യേശുക്രിസ്തു. പൊന്നിലും തങ്കത്തിലും ആഗ്രഹിക്കത്തക്ക തിരുവചനം. ആ വചനമാണ് ക്രിസ്തു. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, ആ വചനം ദൈവമായിരുന്നു. അപ്പോൾ പൊന്നിനേക്കാൾ വെള്ളിയേക്കാൾ വിലമതിക്കുന്ന ഒന്നാണ് നസറയനാകുന്ന യേശു. യേശുവിൻ്റെ നാമത്തിൽ എഴുന്നേക്കാൻ പറഞ്ഞു. ക്ഷണത്തിൽ അവൻ്റെ നരിയാണി ഉറച്ചു. അതാ രോഗശാന്തി. അടുത്ത വാക്യം വായിച്ചേ മോളെ. എനിക്കുള്ളത് നിനക്ക് തരുന്നു, നസ്രയനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നടക്ക എന്ന് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നടക്കാൻ പറഞ്ഞു. നടക്ക എന്ന് പറഞ്ഞ് അവനെ വലം കൈക്ക് പിടിച്ച് എഴുന്നേൽപ്പിച്ചു. ക്ഷണത്തിൽ അവന്റെ കാലും നരിയാണിയും ഉറച്ച് അവൻ കുതിച്ചെഴുന്നേറ്റ് നടന്നു. ഇതാ രോഗശാന്തി. ഇന്നും നിന്നിട്ടില്ല, കാരണം യേശു ഇന്നും ജീവിക്കുന്നു. ഇതാണ് ശരിയായ രോഗശാന്തി. ഇന്ന് രോഗശാന്തി വരപ്രാപ്തന്മാരൊക്കെ കാട്ടിക്കൂട്ടുന്ന വിക്രിയ. ഇന്നെങ്ങാനും ഒരു മുടന്തനാന്ന് ആദ്യം അവനെ പിടിച്ചു കമോൺ അവനെ ഒത്തിയും ചാടി പിന്നെ അവനെ സ്റ്റേജിലിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ടൊന്ന് നടത്തി. പിന്നെ അവിടെ നിന്ന് സ്ഥലം ഞാൻ പറയുന്നില്ല, പണ്ടൊരുത്തനെ നടത്തി അവൻ പൊത്തോന്ന് താഴോട്ടും വീണ്. വലിയ കാര്യമുള്ള കാര്യമാണ്. ഇതുപോലെ വലിയ സ്റ്റേജായിരുന്നു. അവൻ അറിയത്തില്ലായിരുന്നു സ്റ്റേജ് കർട്ടനായിരുന്നു. അതിൻ്റെ പുറകിൽ ഉണ്ടെന്നോർത്ത് അവൻ പുറകോട്ട് നീങ്ങുന്നു. യേശു സൗഖ്യമാക്കിയ ഒറ്റയൊരുത്തനെ യേശു ഡ്രില്ല് കളിപ്പിച്ചില്ല. കൂനിയായ ഒരു സ്ത്രീയെ യേശു കണ്ടു പറഞ്ഞു, സ്ത്രീയെ, നിന്റെ രോഗബന്ധനം അടിച്ചിരിക്കുന്നു. എൻ്റെ ഭാഷയിൽ, കുട്ടനാടൻ ഭാഷ പറയാ, ചെമ്മീൻ പോലിരുന്ന തള്ളയാ. യേശു ബന്ധനം അടിച്ചെന്ന് പറഞ്ഞാൽ നല്ല വടിക്കമ്പ് പോലെ തള്ള നടന്നു പോകുമായിരുന്നു. അതാ രോഗശാന്തി. ഇന്നെങ്ങാനും ഇങ്ങനൊരു തള്ളയെ നമ്മുടെ കയ്യിൽ കിട്ടുകയാണ്. അമ്മാമ്മ കുനിഞ്ഞാട്ടെ, എന്ന് പറഞ്ഞാട്ടെ, കുനിഞ്ഞാട്ടെ. സ്കൂളിലൊരു പീരീഡ് ട്രില്ലിൻ്റെ പീരീഡാണല്ലോ. യേശു രോഗശാന്തിക്കൊന്നും ട്രില്ല് കളിപ്പിച്ചില്ല. പക്ഷപാതക്കാരനോട് പറഞ്ഞ് കിടക്കെടുത്ത് നടക്കണമെന്ന് പറഞ്ഞു. അന്നേരം അവൻ പോയെന്നുള്ളതാ. യേശു സൗഖ്യമാക്കിയ പൂർണ്ണ വിടുതല. ഇന്നും അവിടുത്തെ കരം ആമൻ കുറുകിപ്പോയിട്ടില്ല. ഇന്ന് രാത്രിയിൽ സൗഖ്യമാക്കുവാൻ യേശു മതിയായവനാ. കർത്താവ് ആരെയും പപ്പാതി സൗഖ്യമാക്കി വിട്ടിട്ടില്ല. വരണ്ട കൈയുള്ള മനുഷ്യരോട് വെച്ച് കൈ നീട്ടാൻ പറഞ്ഞു, അന്നേരം നീട്ടി സൗഖ്യമായിരുന്നു. ഇന്ന് ഈ പേരിലൊക്കെ ഒത്തിരി വിക്രിയകളുണ്ട്. ഞാൻ ആ ഭാഗത്തേക്ക് പോകുന്നില്ല. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചേ, പത്രോസ് അവൻ്റെ കൈക്ക് പിടിച്ച് എഴുന്നേൽപ്പിച്ചു. ക്ഷണത്തിൽ അവൻ്റെ നരിയാണി ഉറച്ച് അവൻ കുതിച്ചെഴുന്നേറ്റ് നടന്നും തുള്ളിയും ദൈവത്തെ പുകഴ്ത്തിയും കൊണ്ട്. അതായത് വിടുതൽ പ്രാപിച്ചവൻ തുള്ളും. അവനെ തുള്ളിപ്പിക്കുവൊന്നും വേണ്ട. പത്രോസ് അവനോട് പറഞ്ഞില്ല, തുള്ളിയാട്ടെ ബ്രദർ, ഒന്നുകൂടെ തുള്ളിയാട്ടെ, ശക്തിയോട് തുള്ളിയാട്ടെ, ഒരിക്കൽ കൂടി തുള്ളിയാട്ടെ, പോരാ എന്നും പത്രോസ് പറഞ്ഞില്ല. ഇന്ന് അങ്ങനെ ആണല്ലോ നടത്തുന്നതല്ല. ഒരിക്കൽ കൂടെ അവൻ ഒന്നുകൂടെ പോരാ, അവൻ പിന്നെയും തുള്ളി ശക്തിയോടെ. അവസാനം പിന്നെ അവൻ്റെ ഏണം വേദനിച്ചു. പത്രോസ് ഒന്നും ആരെ ഇട്ട് തുള്ളിപ്പിച്ചില്ല. എടാ, സൗഖ്യം പ്രാപിച്ചവൻ നീ പറഞ്ഞാലും പറഞ്ഞില്ലല്ലോ അവൻ തുള്ളും. യേശുവിൽ നിന്ന് വിടുതൽ കിട്ടിയവൻ അടങ്ങിയിരിക്കാൻ ഒക്കത്തില്ല.
അവനോട് മിണ്ടരുതെന്ന് പറഞ്ഞാൽ അവൻ ഉറക്ക ഹല്ലേലൂയ പറയും. തുള്ളരുതെന്ന് പറഞ്ഞാൽ അവൻ തുള്ളിക്കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തും. അനങ്ങരുതെന്ന് പറഞ്ഞാലും അവൻ ദൈവത്തെ മഹത്വപ്പെടുത്തും. കാരണം അവിടുത്തെ അനുഭവിച്ചവർക്ക് ആർക്കും അടങ്ങിയിരിക്കാനൊക്കത്തില്ല. നിന്നെ കാണും ജനങ്ങൾക്കു പിന്നെ ദുഃഖം ഒന്നുമില്ല. നിന്നെ കാണും ജനങ്ങൾക്കു പിന്നെ ഇങ്ങനെ പാടിയ മിക്കവാറും പരമരമേശൻ വരവരുളും. നിന്നെ കാണും ജനങ്ങൾക്കു പിന്നെ ദുഃഖം ഒന്നുമില്ല. നിന്നെ കാണും ജനങ്ങൾക്ക് പിന്നെ ദുഃഖമൊന്നുമില്ല. പരപരമേശ വരമരുളീശ നീയത്രേ എൻ രക്ഷസ്ഥാനം. പരപരമേശ വരമരുളീശ നീയത്രേ എൻ രക്ഷസ്ഥാനം. ഓ നിന്നെ കാണും ജനങ്ങൾക്കു പിന്നെ ദുഃഖം ഒന്നുമില്ല. നിന്നെ കാണും ജനങ്ങൾക്ക് പിന്നെ ദുഃഖമൊന്നുമില്ല. കരമുയർത്തി ദൈവത്തെ സ്തുതിക്കേ. അപ്പൊ യേശുവിനെ അറിഞ്ഞവരും അനുഭവിച്ചവരും രുചിച്ചവരും യേശുക്രിസ്തുവിൽ നിന്ന് വിടുതല പ്രാപിച്ചവർക്ക് അടങ്ങിയിരിക്കാനൊക്കത്തില്ല. അവർ കുതിച്ചു ചാടി ദൈവത്തെ മഹത്വപ്പെടുത്തും. അപ്പൊ അവന് നടന്നും തുള്ളിയും വീട്ടിൽ പോയെന്നല്ല, പിന്നെ എവിടെ പോയെന്നാ മോളെ? ദൈവത്തെ പുകഴ്ത്തിക്കൊണ്ട് അവരോട് കൂടെ ദേവാലയത്തിൽ കടന്നു. അതാ വിടുതല പ്രാപിച്ചവന്റെ ലക്ഷണം. അതാ അവൻ നേരെ പള്ളിയിലോട്ട് വരും. നമ്മൾ വിടുതല കിട്ടി തുള്ളി പഴയ സ്ഥലത്തോട്ട് പിന്നെയും പോവുക. പിന്നെ അവിടെ കിടന്നങ്ങ് തുള്ളുക. നമ്മൾ ചോദിക്കും അമ്മാമ്മ എന്നെ ഇങ്ങോട്ട് വരും. ഓ ഞങ്ങൾ ഇവിടെയൊക്കെ ഉണ്ട് തുള്ളൽ. പിന്നെ ഇവിടെ വന്ന് വിടുതല പ്രാപിച്ച് നേരെ തുള്ളി പഴയ സ്ഥലത്ത് ചെന്ന് അവിടെ കിടന്നങ്ങ് തുള്ളുക. ഇവൻ അങ്ങനല്ല. വിടുതല പ്രാപിച്ചവൻ നേരെ നടന്നും തുള്ളിയും ആലയത്തിൽ വന്നു. അതെ വിവരിക്കുന്നില്ല. അതേ തുടർന്ന് ശക്തമായ പോരാട്ടമുണ്ടായി. പ്രശ്നം. പത്രോസിനെ യോഹന്നാനെ പിടിച്ച് നടുവ് നിർത്തി ശാസിച്ചു, ഈ നാമത്തിൽ മിണ്ടരുത്, യേശുവിൻ്റെ നാമം ഉച്ചരിക്കരുത്. ഇങ്ങനെയൊക്കെ ശക്തമായ പീഡ അങ്ങോട്ട് തുടങ്ങിയപ്പോൾ ആദിമസഭ കേസ് കൊടുക്കാൻ പോയില്ല, പോലീസിനെ കാണാൻ പോയില്ല, മുഖ്യമന്ത്രിക്ക് ഒന്നും പെറ്റീഷൻ കൊണ്ട് കൊടുത്തില്ല, MLAക്കും MP ക്കും കൊടുത്തില്ല. അന്നുണ്ടായിരുന്നെങ്കിൽ അന്നത്തെ ചുമതലപ്പെട്ടവർ ആരുമായിക്കോട്ടെ ആരുടെയും മുന്നിലൊരു പരാതിയായിട്ട് പോയില്ല. അവർ ചെയ്ത കാര്യം അവരെല്ലാം കൂടെ ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിച്ചു. പെന്തിക്കോസുകാർക്കുള്ള പ്രമാണം പറയാം. നീ കേസ് കൊടുക്കാനും കേസിൻ്റെ പുറകെ നീ പോകരുത്. ഞാൻ പെന്തിക്കോസുകാരോടാണ് ഇപ്പം പറയുന്നത്. നിനക്കുള്ള പ്രമാണം എന്ത് പ്രശ്നം വന്നാലും നീ ദൈവസന്നിധിയിൽ നിന്ന് പ്രാർത്ഥിക്കണം. നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നൊരു ദൈവമുണ്ട്. ഉന്നതന് മീതെ ഉന്നതനും അവന് മീതെ അത്യുന്നതനുണ്ട്. പ്രൈസ് ദ ലോർഡ്. ഇവിടെ എല്ലാവരും ഇതിന് മയങ്ങുന്നവരാ. ഞങ്ങളുടെ നാട്ടിലെ പഴയൊരു പേര് പറയും ജോർജ് കുട്ടി എന്നാ പറയുന്നത്. ഇവിടെ അങ്ങനെ പണ്ട് പറയും, ഇവിടെ അങ്ങനെയാ. എല്ലാവരും തിരിയും. നോട്ട് കാണിച്ചേ, അന്നേരം ഇല്ല ആടിനെ ഇല കാണിച്ചു കൊണ്ടുപോകാൻ പോലെ ആടിനെ കൊല്ലാൻ കൊണ്ടുപോവുക. പക്ഷേ മുന്നേ പോകുന്ന പുള്ളിയുടെ ഈ 2 പ്ലാവല കാണും. ഈ ആടിന് ഇത് കിട്ടുകയില്ല. ഇവന് എല്ലാ ആടിനെയും ഇത് കാണിച്ചായി കൊണ്ട് നടക്കുന്നത്. നിന്നെ പ്ലാവല കാണിക്കുമ്പോൾ ഓർത്തോണം, നിന്നെ ഗുണം വരുത്താനല്ല അറക്കാൻ കൊണ്ടുപോവുക. അപ്പം ഇതിൻ്റെ നടുവിൽ നീ ചെയ്യേണ്ടത് ദൈവസന്നിധിയിലിരിക്കണം. നിന്റെ വ്യവഹാരമെല്ലാം ദൈവത്തോട് പറയണം. നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നൊരു ദൈവമുണ്ട്. ആദിമസഭ ഇത് കേട്ടപ്പോൾ ഒരുമനപ്പെട്ട് പ്രാർത്ഥിച്ചെന്നാ വായിച്ചേ മോളെ. 4-ാം അധ്യായത്തിൻ്റെ 23 മുതൽ വായിച്ചേ. ആ താഴെ കണ്ണിക തുടങ്ങുന്നിടത്ത് വായിച്ചേ. 4:23 മുതൽ. വിട്ടയച്ച ശേഷം ഇവരെ പീഡിപ്പിച്ച് ഉപദ്രവിച്ച് ആക്ഷേപിച്ചു വിട്ടു. വിട്ടയച്ച ശേഷം അവർ കൂട്ടാളികളുടെ അടുക്കൽ ചെന്ന് മഹാപുരോഹിതന്മാരും മൂപ്പന്മാരും തങ്ങളോട് പറഞ്ഞതെല്ലാം അറിയിച്ചു. അടുത്തത് അത് കേട്ടിട്ട് അവർ ഒരുമനപ്പെട്ട് ദൈവത്തോട് നിലവിളിച്ച് പറഞ്ഞത്. അടുത്തത് ആകാശവും ഭൂമിയും സകലവും സൃഷ്ടിച്ച നാഥനെ. അടുത്തത്
ജാതികൾ കലഹിക്കുന്നതും. അത് 2 സങ്കീർത്തനം 1 വാക്യമാ. ജാതികൾ കലഹിക്കുന്നതും വംശങ്ങൾ വ്യർത്ഥമായത് നിരൂപിക്കുന്നതും എന്ത്? ഭൂമിയിലെ രാജാക്കന്മാർ അണിനിരക്കുകയും ഭൂമിയിലെ രാജാക്കന്മാർ അണിനിരക്കുകയും അധിപതികൾ കർത്താവിന് വിരോധമായി അധിപതികൾ കർത്താവിന് വിരോധമായിട്ട് അവൻ അഭിഷേകത്തിന് വിരോധമായി ഒന്നിച്ചു കൂടുകയും ചെയ്തിരിക്കുന്നു എന്ന് നിന്റെ ദാസനായ ദാവീദ് മുഖാന്തരം നിന്റെ ദാസനായ ദാവീദ് മുഖാന്തരം പരിശുദ്ധാത്മാവിൽ അരുളി ചെയ്തവനെ നീ അഭിഷേകം ചെയ്ത യേശു എന്ന നിന്റെ പരിശുദ്ധ ദാസന് വിരോധമായി ഹെരോദാവും പൊന്തിയോസ് പീലാത്തോസും ജാതികൾ ഇസ്രായേൽ ജനവുമായി ഈ നഗരത്തിൽ ഒന്നിച്ചുകൂടി സംഭവിക്കണമെന്ന് നിന്റെ കൈയും നിന്റെ ആലോചനയും മുൻ നിയമിച്ചതൊക്കെയും ചെയ്തിരിക്കുന്നു സത്യം. ഇപ്പോഴും കർത്താവേ, നിങ്ങൾക്ക് ആ ഭാഗം അറിയാം. ഇവർ ഒന്നിച്ചുകൂടി പ്രാർത്ഥിച്ചു. ആദിമസഭ പ്രശ്നകലുഷിതമായ അന്തരീക്ഷത്തിൽ ആദിമസഭ ഒന്നിച്ചുകൂടി പ്രാർത്ഥിച്ചപ്പോൾ ദൈവവചനം ഉരുവിട്ട് പ്രാർത്ഥിച്ചു. താഴോട്ട് പഠിക്കുമ്പോൾ അവർ പ്രാർത്ഥിക്കുന്ന സ്ഥലം കുലുങ്ങി. ദൈവം അത്ഭുതം ചെയ്തു. ഇന്ന് രാത്രി പ്രാർത്ഥിക്കുന്ന നിനക്ക് വേണ്ടി ദൈവം അത്ഭുതം ചെയ്യും. ആമേൻ. നമുക്ക് എന്ത് പ്രശ്നം വന്നാലും ആമേൻ മറുപടി പറയാനും എതിർക്കാനും ഉടക്കാനും ഒന്നിനും പോകരുത്. ദൈവമക്കൾ മുഴങ്കാലും മേലിരുന്ന് പ്രാർത്ഥിച്ച് പോരാടണം. നാം പ്രാർത്ഥിക്കുമ്പോൾ രാജാക്കന്മാരുടെ ഹൃദയം യഹോവയുടെ കയ്യിൽ നീർത്തോട് പോലെ ഇഷ്ടമുള്ള ദിക്കിലേക്ക് ദൈവം തിരിച്ചുകൊണ്ട് വരും. ഏത് കൊമ്പനും മുട്ടുകുത്തും പ്രാർത്ഥിക്കുന്നവന്റെ മുന്നിൽ. സ്തോത്രം. നീ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ച് ബലപ്പെട്ട് ഒന്നിനും പോകണ്ട, നിന്റെ മുന്നിൽ വന്ന് മുട്ടുകുത്തും. പ്രൈസ് ദി ലോർഡ്. ആ ഭാഗത്തേക്ക് അധികം പോകുന്നില്ല. അങ്ങനെ ആദിമസഭയ്ക്ക് പീഡയുണ്ടായി. ഈ പീഡയിൽ ആദ്യം ആമേൻ മരിച്ചത് രക്തസാക്ഷിയായ ആളാണ് സ്തേഫാനോസ്. ആ സന്ദർഭത്തിലാണ് പൗലോസും ഇതിന് ഒത്താശ ചെയ്തു. എന്നാൽ പൗലോസ് യേശു ക്രിസ്തുവിനെ ദർശിച്ചു. ഡമസ്കസിന്റെ പടിക്ക് വെച്ച് ക്രിസ്തുവിനെ കണ്ടു. അത് താനെ അഗ്രിപ്പാവിനോടും ഒക്കെ വിസ്തരിക്കുന്ന വേളയിൽ പറയാറുണ്ട്, നട്ടുച്ച നേരത്തേക്ക് സൂര്യനേക്കാൾ കവിഞ്ഞൊരു പ്രകാശം ഞാൻ യേശുവിനെ കണ്ടു. ആമേ ലേഖനത്തിൽ താൻ പറഞ്ഞല്ലോ, ഒടുവിൽ അകാല പ്രജ പോലുള്ള എനിക്കും അവിടുന്ന് പ്രത്യക്ഷനായി. കൊരിന്ത്യർ ലേഖനം 1 ലേഖനം 15-ാം അധ്യായത്തിന്റെ 3 മുതൽ താഴോട്ട് പഠിക്കുമ്പോൾ നമ്മുടെ കർത്താവാകുന്ന യേശു ക്രിസ്തു തിരുവെഴുത്തും പ്രകാരം മരിച്ചു, തിരുവെഴുത്തും പ്രകാരം അടക്കപ്പെട്ട് 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റ് ആദ്യം കേബാവിനും പിന്നെ മറിയയ്ക്കും പിന്നെ 12 ഒക്കെ പ്രത്യക്ഷപ്പെട്ട് പിന്നെ 500-ലധികം ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ട് താഴോട്ട് പഠിച്ചു വരും. പറയാം, ഒടുവിൽ അകാല പ്രജ പോലുള്ള എനിക്കും അവിടുന്ന് പ്രത്യക്ഷപ്പെട്ടു. അപ്പൊ യേശു ക്രിസ്തുവിനെ കണ്ടു, ക്രൂശിനെ കണ്ടു. ആ പൗലോസ് ഗലാത്യ ലേഖനം 6:14 പറയുകയാ, എനിക്കോ നമ്മുടെ കർത്താവാകുന്ന യേശു ക്രിസ്തുവിന്റെ ക്രൂശിലല്ലാതെ പ്രശംസിപ്പാൻ ഇടവരരുത്. ഞാൻ ഓടിച്ച് മുമ്പോട്ട് പോകാം. ഈ പൗലോസ് ക്രൂശിൽ പ്രശംസിപ്പാൻ ഇടവരരുത് എന്ന് പറയാൻ കാര്യം, ഇനി ശാന്തമായിട്ട് 1-2 കാര്യങ്ങൾ ചിന്തിക്കുക. എന്തുകൊണ്ടാണ് ഈ ക്രൂശിൽ പ്രശംസിപ്പാൻ കാരണം? ജഡത്തിൽ പ്രശംസിപ്പാൻ ഒത്തിരി വകയുള്ള ആളാ. 8-ാം നാളിൽ പരിച്ഛേദനയേറ്റവൻ, ബെന്യാമീൻ ഗോത്രജൻ, ഇസ്രായേൽ ന്യായാധികാരൻ, ന്യായപ്രമാണം സംബന്ധിച്ച് പരീശൻ, ശുഷ്കാന്തി നിമിത്തം സഭയെ കണ്ടമാനം ഉപദ്രവിച്ചവൻ, ഇതിലെ നീതി സംബന്ധിച്ച് അനന്യൻ, റോമാപൗരത്വമുള്ളവൻ, കപ്പലുടമസ്ഥന്റെ മകൻ, സെന്നിദ്രി സംഘത്തിലെ അംഗം. ഇങ്ങനെയൊക്കെ ഒത്തിരി പ്രശംസിപ്പാൻ വകയുണ്ട്. പക്ഷേ ഡമസ്കസിന്റെ പടിക്ക് വെച്ച് യേശുവിനെ കണ്ടു കഴിഞ്ഞപ്പോൾ താൻ പറയുക, എനിക്കതൊന്നുമല്ല പ്രശംസ, എനിക്ക് ക്രൂശാണ് പ്രശംസ. ഒരു ദൈവ പൈതലിനെ പ്രശംസിപ്പാൻ ഉള്ളത് ക്രൂശില്ല. എന്താ ക്രൂശിൽ പ്രശംസിപ്പാൻ കാരണം? 1-2 കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കാം. അതിലൊന്ന്, ക്രൂശിൽ പ്രശംസിപ്പാൻ കാരണം, നിങ്ങൾ കൊലോസ്യ ലേഖനം ഒന്നെടുത്താട്ടെ. കൊലോസ്യ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 20-ാമത്തെ വാക്യം. കൊലോസ്യ ലേഖനം 1:20. വളരെ ശാന്തമായിട്ട് ചിന്തിക്കാം. അവനിൽ സർവ്വസമ്പൂർണതയും വസിപ്പാനും 19 മുതൽ വായിച്ചു, അന്നേരം കുറച്ചുകൂടെ ക്ലിയർ ആക്കാം. അവനിൽ സർവ്വസമ്പൂർണത വസിപ്പാനും അവൻ ക്രൂശിൽ ചൊരിഞ്ഞ രക്തം അവനിൽ സർവ്വസമ്പൂർണതയും വസിപ്പാനും ക്രൂശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട് അവൻ മുഖാന്തര സമാധാനം ഉണ്ടായി. അപ്പൊ ശ്രദ്ധിക്കുക, ഒരു വ്യക്തി ഈ ക്രൂശിൽ പ്രശംസിപ്പാനുള്ളതിന്റെ പ്രധാനപ്പെട്ട ഒരു കാരണം ക്രൂശിൽ രക്തം ചൊരിഞ്ഞു. അതുകൊണ്ടാണ് ഞാനും നിങ്ങളും ക്രൂശിൽ പ്രശംസിക്കുന്നത്. ഒരു ദൈവപൈതലിന് പ്രശംസിപ്പാനുള്ളതിന്റെ പ്രധാനപ്പെട്ട വിഷയം ക്രൂശിൽ പ്രശംസിക്കണം. എന്തുകൊണ്ടാണ് ക്രൂശിൽ പ്രശംസിക്കുന്നത്? ഒന്ന്, ക്രൂശിൽ രക്തം ചൊരിഞ്ഞു. ആരുടെ രക്തം? യേശുവിന്റെ രക്തം. അതെവിടെ ചൊരിഞ്ഞു? കാൽവറിയിൽ ചൊരിഞ്ഞു. ഈ രക്തത്തിന്റെ വിശേഷത എന്താ? എല്ലാ രക്തം പോലെ യേശുവിന്റെ രക്തം അത് പാപമില്ലാത്ത പരിശുദ്ധ രക്തമാണ്.
അത് വിലയേറിയ രക്തമാണ്, അത് നിർമ്മല രക്തമാണ്, അത് പരിശുദ്ധ രക്തമാണ്, അത് പാപം മോചിക്കുന്ന രക്തമാ, അത് രോഗം സൗഖ്യമാക്കുന്ന രക്തമാ, അത് പുണ്യാക രക്തമാ, ഇത് സംസാരിക്കുന്ന രക്തമാ, ഇത് ഹാബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന രക്തമാ. ആട്ടുകൊറ്റന്മാരുടെയും കാടക്കിടാക്കളുടെയും രക്തവും മലിനപ്പെട്ടമേ തളിക്കുന്ന പശുഭസ്മവും ജഡിക ശുദ്ധി വരുത്തുമ്പോൾ നിത്യാത്മാവിനാൽ പിതാവാം ദൈവത്തിന് തന്നെത്താൻ നിഷ്കളങ്കനായി സമർപ്പിച്ച യേശു ക്രിസ്തുവിന്റെ പരിശുദ്ധ രക്തം. വെളിപ്പാട് പുസ്തകം പഠിപ്പിക്കുന്നത് ഈ രക്തം നമുക്ക് ജയം തരുന്ന രക്തമാണ്. നിന്റെ പരാജയത്തെ മാറ്റി, തകർച്ചകളെ മാറ്റി, നിന്റെ കെടുതികളെയും കെടുമതികളെയും മാറ്റി എനിക്കും നിനക്കും ജയം തരുവാൻ പര്യാപ്തമായ രക്തമാണ് യേശു ക്രിസ്തുവിന്റെ പരിശുദ്ധ രക്തം. അവിടുത്തെ തിരുരക്തത്താൽ സകല പാപങ്ങളും മോചിക്കപ്പെടും. യേശുവിന്റെ രക്തം സകല പാപങ്ങളും പോക്കി നിന്നെ ശുദ്ധീകരിക്കും. ഇന്ന് രാത്രി കർത്താവിനോട് പറ, യേശുവേ ഞാനൊരു പാപിയാ, യേശുവേ എൻ്റെ പാപം ക്ഷമിക്കണം, യേശുവേ അവിടുത്തെ പരിശുദ്ധ രക്തം കൊണ്ട് എന്നെ കഴുകണം, അവിടുത്തെ മകനാക്കി മകളാക്കി എന്നെ തീർക്കണം, എൻ്റെ പാപങ്ങളെ മോചിച്ച് എന്നെ ഇന്ന് രാത്രി രക്ഷിക്കണമെന്ന് ആര് പ്രാർത്ഥിക്കും? അവരുടെ പാപങ്ങളെ മോചിച്ച് അവരെ രക്ഷിക്കുവാൻ കഴിവുള്ള നസറായൻ ഇന്ന് രാത്രി നമ്മുടെ നടുവിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ക്രൂശിൽ പ്രശംസിപ്പാൻ കാരണം ക്രൂശിൽ രക്തം ചൊരിഞ്ഞു. ആരുടെ രക്തം? യേശു ക്രിസ്തുവിന്റെ രക്തം. അതുകൊണ്ടാണ് ക്രൂശിൽ പ്രശംസിക്കുന്നത്. ഈ രക്തം ക്രൂശിൽ ചൊരിഞ്ഞത് കൊണ്ട് നമുക്ക് എന്തോ സംഭവിച്ചു, എന്തോ ഉണ്ടായി. അവിടെ ഒരു വാക്യമുണ്ട്, അതുകൊണ്ട് സമാധാനം ഉണ്ടായെന്ന. ഒന്നുകൂടെ വാക്യം വായിച്ചേ മോളെ. അവനിൽ സർവ്വസമ്പൂർണത വസിപ്പാനും അവൻ ക്രൂശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട് അവൻ മുഖാന്തരം സമാധാനം ഉണ്ടായി. അവൻ മുഖാന്തരം നമുക്ക് സമാധാനം ഉണ്ടായി. അപ്പൊ യേശു ക്രിസ്തു ക്രൂശിൽ രക്തം ചൊരിഞ്ഞത് കൊണ്ട് ചെല്ലു ചോദിക്കും, യേശു ക്രൂശിൽ ചത്തനെ ഞങ്ങൾക്ക് എന്നാന്ന്? ഞങ്ങൾക്ക് എന്നാന്നുള്ളതിന് മറുപടിയാ സമാധാനം ഉണ്ടായി. ഒരു കാലത്ത് എനിക്കും നിങ്ങൾക്കും സമാധാനമില്ലായിരുന്നു. ഇപ്പം നമുക്ക് സമാധാനമില്ലേ? എൻ്റെ ഭാഷ ഈ കൺവെൻഷൻ തീരുന്നത് വരെ എനിക്കൊരു സമാധാനവും. അങ്ങനെയാണോ? എൻ്റെ ഭാഷ പെണ്ണിൻ്റെ കല്യാണം നടന്നില്ല, അവിടെ ഞാൻ കല്യാണം കഴിക്കുന്നത് വരെ എനിക്ക് ആ നോട്ടം ഇരിപ്പം കണ്ടിട്ടൊക്കെ അങ്ങനെയാണ് തോന്നുന്നത്. സ്തോത്രം. എൻ്റെ ഭാഷ അയൽക്കൂട്ടത്തിൽ നിന്ന് ലോൺ എടുത്തിട്ടുണ്ട്, അത് ഇനി അടച്ചു തീരുന്നത് വരെ എനിക്ക് എനിക്ക് തോന്നി അമ്മയുടെ ഇരിപ്പ് കണ്ടപ്പം. സ്തോത്രം. എനിക്കൊരു സമാധാനവും. സ്തോത്രം. അല്ല 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 എനിക്കും നിങ്ങൾക്കുമെല്ലാം ഒത്തിരി പ്രശ്നങ്ങളുള്ളവരാ. കടഭാരമുള്ളവർ ഇതിനകത്ത് കാണും, ഭവനമില്ലാത്തവർ ഇതിനകത്ത് കാണും, കുഞ്ഞുങ്ങളുടെ ഭാവി ഓർത്ത് ഞരങ്ങുന്നവർ ഇതിനകത്ത് കാണും, ജോലിയില്ലാതെ ഭാരപ്പെടുന്നവർ കാണും, ഓരോ ദിവസവും വളരെ പ്രയാസത്തിൽ കൂടെ പോകുന്നവരൊക്കെ കാണും, പല പ്രശ്നങ്ങൾ. പക്ഷേ ഇതിൻ്റെ എല്ലാം നടുവിൽ നമുക്കൊരു സമാധാനമുണ്ട്. ആ സമാധാനം എങ്ങനെ കൈവരിച്ചു? കാരണം ക്രിസ്തു നമ്മുടെ സമാധാനം. യേശുനായകൻ സമാധാന ദായകൻ നമുക്കെന്നും ധനമേ, എന്തിനാകുലം കലരും മനമേ, എന്തിനാകുലം കലരും മനമേ. യേശുനായകൻ സമാധാനദായകൻ നിനക്കെന്നും ദാനമേ, എന്തിനാകുലം കലരും നന്മനമേ, കരമുയർത്ത് ദൈവത്തെ സ്തുതിക്കാം. ഇന്നിപ്പം ഞാൻ തന്നെ പാടേണ്ട ഗതികേടാ. കുഴപ്പമില്ല. എനിക്ക് അന്ന് തൊണ്ടവേദനയും ബുദ്ധിമുട്ടും ഉണ്ട്. ഇന്നാളെ ഞാൻ പറഞ്ഞ് പാടാൻ വയ്യ. അപ്പോൾ ഒരു തള്ള പറഞ്ഞ് പാടാനല്ലല്ലോ വിളിച്ചത്, പ്രസംഗിക്കാനല്ലേ വിളിച്ചേ. പിന്നെ ഞാനങ്ങ് പ്രസംഗിച്ചു. അപ്പം എന്തായാലും ഒരു വ്യക്തിക്ക് ക്രൂശിൽ പ്രശംസ. മോനെ ഓളി ഉറക്കിടയ്ക്ക് കുറയ്ക്കരുത്, എൻ്റെ ദൈവത്തെ ഓർത്ത് കാല് പിടിച്ചപേക്ഷിക്കുക. കൂട്ടി തന്നെ വെച്ചു. ഉറക്കെ പറയുമ്പോൾ ഞാൻ അകത്തേക്കുവാണ്, കുഞ്ഞു കൂടെ കൂടെ തിരിച്ച് തൊണ്ട ഇന്ന് വൈകി, അതുകൊണ്ടാണ്. ഹല്ലേലൂയ.
അപ്പോൾ ഒരു വ്യക്തിക്ക് ക്രൂശിൽ പ്രശംസിപ്പാനുള്ള പ്രധാനപ്പെട്ട കാരണം ഒന്ന്, ക്രൂശിൽ രക്തം ചൊരിഞ്ഞു. ആര് രക്തം ചൊരിഞ്ഞു? യേശു ക്രിസ്തു രക്തം ചൊരിഞ്ഞു. വേറെ ആരും സ്വന്തം രക്തം മനുഷ്യവർഗത്തിന് കൊടുത്തേച്ചു പോയില്ല. പലരും അനേകരുടെ രക്തം എടുക്കാനാ പറഞ്ഞേ. നീ അവന്റെ രക്തം എടുത്തോണ്ട് വാ, ഞാൻ നിന്നിൽ. അല്ലല്ല, യേശു അങ്ങനല്ല. യേശു സ്വന്തം രക്തം ചിന്തി. മനുഷ്യനെല്ലാം എടാ നീ അവന്റെ രക്തം എടുത്തോണ്ട് വാ, അങ്ങനെ പറഞ്ഞു അങ്ങോട്ടും ഇങ്ങോട്ട് ശത്രുത ഉണ്ടാക്കുക. എന്നാൽ അങ്ങനല്ല, യേശു സ്വന്തം രക്തം ചിന്തി. അപ്പോൾ ക്രൂശിൽ എവിടുന്ന് രക്തം ചിന്തിയത് കൊണ്ട് ആമേൻ ക്രൂശിൽ പ്രശംസിക്കുന്നു. ഈ രക്തം ക്രൂശിൽ ചൊരിഞ്ഞത് കൊണ്ട് നമുക്ക് എന്തോ ലഭിച്ചെന്ന ആ വാക്യത്തിൽ നമുക്ക് സമാധാനം ഉണ്ടായി. അങ്ങനല്ലേ മോള്? ഒന്നുകൂടെ വായിച്ചേ. സമാധാനം. അവനിൽ സർവ്വസമ്പൂർണ്ണത വസിപ്പാനും അവൻ ക്രൂശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട് അവൻ മുഖാന്തരം സമാധാനം ഉണ്ടായി. അവൻ മുഖാന്തരം നമുക്ക് സമാധാനം. നമുക്ക് എന്തിലൊക്കെ എങ്ങനെയൊക്കെയാ സമാധാനം? ഒന്ന്, ദൈവത്തോട് സമാധാനം ഉണ്ടായി. 3 വിധത്തിലാ സമാധാനം. ഒന്ന്, ദൈവത്തോട്. റോമാലേഖനം 5:1 വായിച്ചേ മോളെ. വിശ്വാസത്തിൽ നീതീകരിക്കപ്പെട്ടിട്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മൂലം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. ദൈവത്തോട് നമുക്ക് സമാധാനമുണ്ട്. കാരണം ഒരു കാലത്ത് നമുക്ക് ദൈവമായിട്ട് അടുക്കാനോ ദൈവത്തെ വിളിക്കാനോ ദൈവസന്നിധി വരാനോ ചെല്ലാനോ യാതൊരു യോഗ്യതയില്ലായിരുന്നു. അടുക്കാനൊക്കത്തില്ല. സ്തോത്രം. എന്നാൽ ഇപ്പോൾ യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ച് പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് അവിടുത്തെ പരിശുദ്ധ രക്തത്താൽ പാപങ്ങൾ പരിഹരിക്കപ്പെട്ട് ആമൻ യോഹന്നാൻ്റെയൊക്കെ ഭാഷയെ പറഞ്ഞാൽ കാൺമീൻ നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടുവാൻ നമുക്ക് അവകാശവും പുത്രത്വമൊക്കെ ലഭിച്ചത് കൊണ്ട് നമുക്ക് ദൈവത്തോട് സമാധാനം ഉണ്ടായി. സ്തോത്രം. അപ്പോൾ ഒന്ന്, ദൈവത്തോട് സമാധാനം. ഇനി 2, പരസ്പരം സമാധാനം ഉണ്ടായി. നമുക്ക് തമ്മിൽ റോമാലേഖനം 12:18 വായിച്ചേ മോളെ. റോമാലേഖനം 12:18. മുൻയോഗ്യമായത് മുൻകരുതി കഴിയുമെങ്കിൽ നിങ്ങളാൽ ആവോളം സകല മനുഷ്യരോട് സമാധാനമായിരിക്കും. കഴിയുമെങ്കിൽ നിങ്ങളാൽ ആവോളം സകല മനുഷ്യരോട് സകല മനുഷ്യരോടും സമാധാനമായിരിക്കും. അപ്പൊ തമ്മിൽ സമാധാനമുണ്ട്. പണ്ട് നമ്മൾ തമ്മിൽ കണ്ടാൽ വടിവാളും ഈ നെഞ്ചൊക്കെ ഇടികട്ടയും ബോംബും ഒക്കെ എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും പൊരുതുമായിരുന്നു. എന്നാൽ യേശു ഉള്ളത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ ആ സ്വഭാവങ്ങളെല്ലാം മാറ്റി. ഇപ്പോൾ അടുത്തടുത്തായിരിക്കുന്ന കണ്ട ഉടനെ പ്രൈസ്തല്ലോ ഉടനെ പുള്ളി സ്തോത്രം. നേരത്തെ ആയിരുന്നല്ലോ, നേരത്തെ പ്രൈസലോടാണോ പറയുന്നേ? ഞങ്ങളുടെ ഒരു ചെറുക്കൻ പറഞ്ഞു ഞങ്ങളുടെ അമ്മയ്ക്ക് ഒത്തിരി ലോൺ ഉണ്ടെന്ന് പറഞ്ഞു. അതിനാണ് അമ്മയ്ക്ക് ഒത്തിരി ലോൺ. അമ്മ എപ്പോഴും അങ്ങ് പ്രൈസ് ലോൺ, അമ്മയ്ക്ക് ഇഷ്ടംപോലെ ലോണാന്ന് പറഞ്ഞു. എപ്പോഴും വരുന്ന പ്രൈസ് ലോൺ ഇഷ്ടംപോലെ ലോണാന്ന് പറഞ്ഞു. അപ്പം നേരത്തെ നമ്മൾ കണ്ടാൽ അന്യോന്യം കടിച്ചു കീറാനും ഉടക്കാനും വഴക്കും പുക്കാറും ഒക്കെ ഉണ്ടാക്കി നടന്നവരാ. എന്നാൽ യേശു ഉള്ളത്തിൽ വന്ന് ഈ കൃപയിൽ വന്നപ്പോൾ നമുക്ക് പരസ്പര സമാധാനം ഉണ്ടായി. ഒന്ന്, ദൈവത്തോട് സമാധാനം. 2, അന്യോന്യം സമാധാനം. 3, നമ്മിൽ തന്നെ സമാധാനം ഉണ്ടായി. ഫിലിപ്പിയാലേഖനം 4:6-7 വായിച്ചേ. നമുക്ക് നമ്മിൽ തന്നെ സമാധാനം ഉണ്ടായി. ഒന്നിനെയും കുറിച്ച് വിചാരപ്പെടരുത്. എല്ലാത്തിനും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടു കൂടെ ദൈവത്തോട് അറിയിക്കത്രേ വേണ്ടത്. എന്നാൽ സകല ബുദ്ധിയും കവിയുന്ന ദൈവസമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തുയേശുവിൽ കാക്കും. നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തുയേശുവിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മിൽ തന്നെ സമാധാനം ഉണ്ടായി. പ്രശ്നങ്ങളില്ലാഞ്ഞിട്ടല്ല ഇവിടെ ഇങ്ങനെ സമാധാനത്തോടിരിക്കുന്നത്. നമുക്ക് സമാധാനം ഉള്ളത് കൊണ്ടാണ്. ഒരു വിഷയമില്ലാത്തവരല്ല ഇതിനകത്ത് വന്നിരിക്കുന്നത്. ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും ഒന്നല്ലെങ്കിൽ മറ്റൊരു വിഷയങ്ങളിൽ ആമൻ സ്തോത്രം ഞരങ്ങുന്നവരാ. പക്ഷേ അതിന് നടുവിൽ നമുക്കൊരു സമാധാനമുണ്ട്. അതുകൊണ്ടാണ് ആത്മഹത്യക്ക് ശ്രമിക്കാത്തത്. അതുകൊണ്ടാണ് കയറെടുത്ത് തൂങ്ങിച്ചാക്കാത്തത്. പ്ലാവില്ലാഞ്ഞിട്ടാന്നോ കയറില്ലാഞ്ഞിട്ടാന്നോ? ആണോ? ഈ ഏരിയയിലും പ്ലാവുണ്ട്. ഒരു കുരുക്കിടാനുള്ള പ്ലാവൊക്കെ ഉണ്ട്. കുറച്ച് പോകണമെന്നുള്ള ഡാമേജ് വേണേലും ചെന്ന് നെയ്യാർ ഡാമേജ് വേണേലും ചെന്ന് ചാടി ചാകാം. വെള്ളമൊക്കെ ഉണ്ട്, ചാകാനുള്ള വെള്ളമൊക്കെ ഉണ്ട്. ദൂരോട്ട് പോകണമെന്നേ ഉള്ളൂ. അങ്ങ് തിരുവനന്തപുരം വരെ അവിടെ റെയിൽവേ പാളവും ഉണ്ട്.
അല്ലേ? എന്തിനു ദൂരോട്ട് പോകുന്നു? വീട്ടിൽ തന്നെ എന്തെല്ലാം സാവകാശം ഉണ്ട് ചാകാൻ, അല്ലേ? ഒരു ചെറിയ ബ്ലേഡ് മതി, ആ ഞരമ്പങ്ങ് മുറിച്ചാൽ മതി. എന്തെല്ലാം സാധ്യതയുണ്ട് ചാകാൻ. എലിവശം അവിടെ ഇരിപ്പുണ്ട്, അല്ലേ? പിന്നെ എന്നാ ചാകാത്തത്? അവൻ്റെ ഭാഷ എനിക്കങ്ങ് പേടിയാ, അതുകൊണ്ടാണ്. പേടിയായിട്ടല്ല, നമുക്ക് സമാധാനമുണ്ട്. ഇതര വ്യക്തികളെക്കാളും പ്രശ്നമുള്ളവരായി ഇന്ന് രാത്രി ഇവിടെ വന്നിരിക്കുന്നത്. പക്ഷെ ഇന്ന് രാത്രി ഈ പ്രശ്നങ്ങളുടെ നടുവിൽ ഇവിടെ ഇരുന്ന് സ്തോത്രം ചെയ്യുകയും ദൈവത്തെ മഹത്വപ്പെടുത്തുകയും കൈയടിക്കുകയും ആരാധിക്കുകയും പാടുകയൊക്കെ ചെയ്യുന്നതിൻ്റെ കാര്യം നമുക്ക് സമാധാനമുണ്ട്. നമ്മുടെ സമാധാനം ക്രിസ്തുവാ. അപ്പോൾ ഒരു വ്യക്തി ഈ ക്രൂശിൽ പ്രശംസിപ്പാൻ കാരണം, ഒന്ന്, ആ ക്രൂശിൽ രക്തം ചൊരിഞ്ഞു. ആ രക്തം ചൊരിഞ്ഞത് കൊണ്ടുണ്ടായ നേട്ടം നമുക്ക് സമാധാനമുണ്ടായി. എങ്ങനെയൊക്കെ സമാധാനം? ഒന്ന്, ദൈവത്തോട് സമാധാനം. രണ്ട്, പരസ്പരം സമാധാനം. മൂന്ന്, നമുക്ക് നമ്മിൽ തന്നെ സമാധാനം. സമാധാനമില്ലാതെ ഞാൻ അലഞ്ഞു, യേശു സമാധാനമായി എൻ്റെ അരികിൽ വന്നു. സമാധാനമില്ലാതെ യേശു സമാധാനമായി എൻ്റെ അരികിൽ വന്നു. അവനെന്നെ താങ്ങി തൻ ഭുജബലത്താൽ എന്നെ നടത്തിയിടുന്നു. അവനെന്നെ അണച്ചു, അവനെന്നെ താങ്ങി തൻ ഭുജബലത്താൽ എന്നെ നടത്തിയിടുന്നു. യേശുവിൻ നാമം, യേശുവിൻ നാമം എൻ ജീവിതത്തിലെ ആശ്രയമേ. ഞാനെന്നും സ്തുതിക്കും, ഞാനെന്നും വാഴ്ത്തും എൻ യേശുവിൻ നാമം എനിക്കെത്രയാണെന്നും. ഞാനെന്നും സ്തുതിക്കും, ഞാനെന്നും വാഴ്ത്തും ഓ യേശുവിൻ നാമം എനിക്കെത്രയാണെന്നും. കരമുയർത്തി ദൈവത്തെ സ്തുതിക്കാം. ഞാൻ കമ്പിവാചകം പോലെ മുമ്പോട്ട് പോകാം. അപ്പോൾ ക്രൂശിൽ പ്രശംസിപ്പാനുള്ള ഒന്നാമത്തെ കാരണം, ക്രൂശിൽ രക്തം ചൊരിഞ്ഞു. ഇനി ക്രൂശിൽ പ്രശംസിപ്പാൻ രണ്ടാമത്തെ പ്രധാനപ്പെട്ട വിഷയം, ക്രൂശിൽ ശത്രുത്വം ഇല്ലാതാക്കി. അതുകൊണ്ടാണ് ക്രൂശിൽ പ്രശംസിക്കുന്നത്. നമുക്ക് അറിവുള്ള വാക്യം വായിച്ചോ, എഫേസ്യ ലേഖനം 2-ാം അധ്യായത്തിന്റെ 13 മുതലുള്ള തിരുവെടുത്ത് വായിച്ചേ മോളെ. എഫേസ്യ ലേഖനം 2-ാം അധ്യായത്തിന്റെ 13 മുതലുള്ള തിരുവെടുത്തുകളെ വായിച്ച് സഹായിച്ചാട്ടെ. ദൂരസ്ഥരായിരുന്ന നിങ്ങൾ വായിച്ചോ. ഇപ്പോൾ ക്രിസ്തുവിന്റെ രക്തത്താൽ സമീപസ്ഥരായി തീർന്നു. അവൻ നമ്മുടെ സമാധാനം. അവൻ ഇരുപക്ഷത്തെ ഒന്നാക്കി ചട്ടങ്ങളെയും കൽപ്പനകളുമായ ന്യായപ്രമാണം എന്ന ശത്രുത്വം തന്റെ ജഡത്താൽ നീക്കി വേർപാടിന്റെ നടിച്ചുവർ ഇടിച്ചു കളഞ്ഞ് സമാധാനം ഉണ്ടാക്കിക്കൊണ്ട് ഇരുപക്ഷത്തെയും തന്നിൽ ഒരേ പുതു മനുഷ്യനാക്കി സൃഷ്ടിപ്പാനും ക്രൂശിന്മേൽ വെച്ച് ശത്രുത്വം ഇല്ലാതാക്കി അതിനാൽ ഇരുപക്ഷത്തെ ഏക ശരീരത്തിൽ ദൈവത്തോട് നിരപ്പിപ്പാനും തന്നെ അവൻ വന്ന് ദൂരത്തായിരുന്ന നിങ്ങൾക്ക് സമാധാനവും സമീപത്തുള്ളവർക്ക് സമാധാനവും സുവിശേഷിച്ചു. അവൻ മുഖാന്തരം നമുക്ക് ഇരുപക്ഷക്കാർക്കും ഏകാത്മാവിനാൽ പിതാവിലേക്ക് പ്രവേശനമുണ്ട്. മതി, ദൈവത്തിന് മഹത്വം. അപ്പൊ ഈ ക്രൂശിൽ പ്രശംസിപ്പാനുള്ള രണ്ടാമത്തെ കാരണം, ക്രൂശിൽ വെച്ചാണ് ശത്രുത്വം ഇല്ലാതാക്കിയത്. ശത്രുത്വം ഇല്ലാതാക്കുക മാത്രമല്ല, ഇരുപക്ഷത്തെയും ഒന്നാക്കി തീർത്തു. ഇരുപക്ഷമെന്ന് പറഞ്ഞാൽ യഹൂദനും യവനനും, യഹൂദനും ജാതിയും. യഹൂദൻ എപ്പോഴും തലക്കനമാ, ജാതികളെ ഒന്നും ഇഷ്ടമല്ല. നമുക്കും ചിലർക്ക് ഇഷ്ടമല്ലല്ലോ. ആ നോട്ടോ ഇരിപ്പൊക്കെ കണ്ടാ ഓർക്കും യഹൂദനാന്ന്. ഈ ക്രൂശിൽ വെച്ചാണ് ശത്രുത്വം ഇല്ലാതാക്കിയത്. ആ ശത്രുത്വം എന്നുള്ളത് ന്യായപ്രമാണമാണ്. ന്യായപ്രമാണം ശത്രുതയായിരുന്നു. കാരണം ഈ ന്യായപ്രമാണം യഹൂദനെ അങ്ങ് അനുഗ്രഹിക്കും, ബാക്കിയുള്ള മുഴുവൻ എണ്ണത്തിനെ അങ്ങ് പരാകുക.
ന്യായപ്രമാണം രാവിലെ അങ്ങോട്ട് വന്ന് യഹൂദനെ നോക്കി വെച്ച് പറയും, യഹൂദനെ പറയാതിരിക്കാൻ പറയും, പട്ടണത്തിൽ നിന്നെ അനുഗ്രഹിക്കും. ബാക്കിയുള്ളവരെല്ലാം ഈ പറയാം, നമ്മളെ നോക്കി വെച്ച് പറയും, പട്ടണത്തിൽ നീ മുടിഞ്ഞു പോവും. തിരിച്ച് യഹൂദനെ നോക്കി വെച്ച് പറയും, വയലിൽ നീ അനുഗ്രഹിക്കപ്പെടും. നമ്മളെ നോക്കി വെച്ച് പറയും, നിന്റെ വയലെല്ലാം മുഞ്ഞ വീണു പോവും. ശത്രുതവാ. യഹൂദനെ നോക്കി വെച്ച് പറയും, നിന്റെ ഗർഭഫലം അനുഗ്രഹിക്കപ്പെടും. നമ്മളെ നോക്കി വെച്ച് പറയും, നിന്റെ കൊച്ചുങ്ങളെല്ലാം കാലാപ്പുറ തല്ലിപ്പോവും. യഹൂദനെ നോക്കി വെച്ച് പറയും, നിന്റെ കന്നുകാലിയും ആടും എല്ലാം പറ്റാൽ ഇഷ്ടം പോലെ കൊച്ചുങ്ങളും കാണും, ഇഷ്ടം പോലെ പാലും കിട്ടും. നമ്മളെ നോക്കി വെച്ച് പറയും, ഒരൊറ്റൊരെണ്ണം പോലും ഗുണം വരികയല്ല, മുഴുവൻ വെട്ടുപാറം വന്ന് തട്ടിപ്പോവും. ഇതൊക്കെയാ നമ്മളെ നോക്കി പറയുന്നത്. അപ്പൊ യഹൂദനെ നോക്കി വെച്ച് ഇതെല്ലാം അങ്ങ് അനുഗ്രഹിക്കുക. യഹൂദനടുക്ക് ബാക്കി മുഴുവൻ എണ്ണത്തിന് നോക്കി ഇത് ദോഷോ ശാപമായി പറയുന്നത്. അപ്പൊ ഇങ്ങനെ ശാപമായിരുന്ന ഈ ശത്രുത്വം യേശു ക്രിസ്തു കാൽവറിയിൽ വെച്ച് മാറ്റി. ആ ശത്രുത്വം കാൽവറിയിൽ വെച്ച് നീക്കി ആമേ രണ്ട് പക്ഷത്തെയും ഒന്നാക്കി. അത് ക്രൂശിൽ വെച്ചാ നടന്നത്. സ്തോത്രം. അവിടെ എഫേസ്യ ലേഖനത്തിലുണ്ട്, ദൂരസ്ഥരെന്ന് ഒരു പദമുണ്ട്, സമീപസ്ഥരെന്നും ഒരു പദം. അങ്ങനല്ലേ മോളെ? ദൂരസ്ഥർ എന്ന് പറഞ്ഞാൽ ജാതികൾ നമ്മളല്ല. സമീപസ്ഥർ എന്ന് പറഞ്ഞാൽ യഹൂദൻ. ഈ ദൂരസ്ഥരെ സമീപസ്ഥരെയും ഒന്നാക്കി തീർത്തു. അത് കാൽവറി ക്രൂശിലാണ് നടന്നത്. ദോഷികളും പാപികളും ശത്രുക്കളും ആമൻ സ്തോത്രം യാതൊരു ഗതിയും ഗത്യന്തരമില്ലാത്ത എന്നെയും നിന്നെയും ആ ക്രൂശിൽ വെച്ച് ഒന്നാക്കി തീർത്തു. ആ ക്രൂശിൽ വെച്ച് ഒന്ന് സമീപസ്ഥരാക്കി. ഈ ക്രൂശിലെ മരണത്താൽ നിരപ്പിച്ചെന്ന ക്രൂശിലെ മരണത്താൽ ആ നിരപ്പിച്ചത് എങ്ങനെ? 13-ാമത്തെ വാക്യം വായിച്ചേ മോളെ. സമീപസ്ഥരായെന്ന. മുമ്പേ ദൂരസ്ഥരായിരുന്ന നിങ്ങൾ ഇപ്പോൾ ക്രിസ്തുയേശുവിൽ ക്രിസ്തുവിന്റെ രക്തത്താൽ സമീപസ്ഥരായി. ഒന്ന് സമീപസ്ഥരാക്കി. ഈ ക്രൂശിൽ വെച്ച് ശത്രുത്വം ഇല്ലാതായതുകൊണ്ട് ഒന്ന് നമ്മളെ സമീപസ്ഥരാക്കി. 15-ാമത്തെ വാക്യത്തിൽ നമുക്ക് സമാധാനം തന്നെ വായിച്ചേ. സമാധാനം ഉണ്ടാക്കിക്കൊണ്ട് ഇരുപക്ഷത്തെയും. കണ്ടോ? അപ്പൊ സമാധാനം ഉണ്ടാക്കി. 14-ാമത്തെ വാക്യത്തിൽ ശത്രുത്വം ഇല്ലാതാക്കി. വായിച്ചേ. അവൻ നമ്മുടെ സമാധാനം, അവൻ ഇരുപക്ഷത്തെ ഒന്നാക്കി. ചട്ടങ്ങളും കൽപ്പനകളുമായ ന്യായപ്രമാണം എന്ന ശത്രുത്വം. ഇനി 14-ാമത്തെ വാക്യത്തിൽ വേർപാടിനെ നടിച്ചുവർ ഇടിച്ചു കളഞ്ഞെന്നാ. വായിച്ചേ. തന്റെ ജഡത്താൽ നീക്കി വേർപാടിന്റെ നടിച്ചുവർ ഇടിച്ചു കളഞ്ഞ്. വേർപാടിനെ നടിച്ചുവര് ഇടിച്ചു കളഞ്ഞു. അപ്പൊ ശത്രുത്വം ഇല്ലാതാക്കി, സമാധാനം ഉണ്ടാക്കി, വേർപാടിനെ നടിച്ചുവര് ഇടിച്ചു കളഞ്ഞു. ഇതെല്ലാം കാൽവരി ക്രൂശ് നടന്ന സംഭവമാണ്. 15-ാമത്തെ വാക്യത്തിൽ പക്ഷം പിടിക്കുന്ന സംഭവം ഇനി ഇല്ല. അങ്ങനല്ലേ? 15-ാം വാക്യം സമാധാനം ഉണ്ടാക്കിക്കൊണ്ട് ഇരുപക്ഷത്തെയും തന്നെ. ഇനിയിപ്പോ പക്ഷം പിടുത്തം ഒന്നുമില്ല. ഞാൻ അപ്പൊല്ലോസിന്റെ പക്ഷം, കേബാബിന്റെ പക്ഷം, ക്രിസ്തുവിന്റെ പക്ഷം, ആമൻ സ്തോത്രം പൗലോസിന്റെ പക്ഷം, അങ്ങനെ പക്ഷം പിടിയില്ല. ഞാൻ പാസ്റ്ററുടെ കൂടെ അല്ലെ സെക്രട്ടറിയുടെ കൂടെ അല്ലെങ്കിൽ അച്ചായന്റെ കൂടെ ഇല്ല, ഒരു പക്ഷവും ഇല്ല. ആമ പക്ഷം ഇല്ലാതാക്കി ക്രൂശിൽ വെച്ച്. പ്രൈസ് ദി ലോർഡ്. മാത്രമല്ല പുതിയ മനുഷ്യനാക്കി. 15-ാമത്തെ വാക്യത്തിൽ പുതിയ മനുഷ്യനാക്കി. 18-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ കാണുന്നുണ്ട്, പിതാവിലേക്ക് പ്രവേശനം തന്നെന്ന. 18-ാം വാക്യം. അവൻ മുഖാന്തരം നമുക്ക് ഇരുപക്ഷക്കാർക്കും ഏകാത്മാവിനാൽ പിതാവിലേക്ക് പ്രവേശനമുണ്ട്. പിതാവിലേക്ക് പ്രവേശനം ലഭിച്ചു. അടുത്ത് എല്ലാനും ആമേൻ സ്തോത്രം പറയുവാനും ഒന്നും യാതൊരു യോഗ്യതയും ശ്രേഷ്ഠതയും ഇല്ലാതിരുന്ന ദൂരസ്ഥരായിരുന്ന ശത്രുക്കളായിരുന്ന പാപികളായിരുന്ന അക്രമികളായിരുന്ന ആമേൻ സ്തോത്രം നമ്മെ ആ ശത്രുത്വമെല്ലാം മാറ്റി ക്രൂശിൽ വെച്ച് നിരപ്പിച്ചു ശ്രൂഷയാൽ താതനോടൊന്നാക്കുവാൻ വേർപാടിന്റെ നടുച്ചുവർ ഇടിച്ചുവല്ലോ. നിരപ്പിൻ ശുശ്രൂഷയാൽ താതനോടൊന്നാക്കുവാൻ വേർപാടിന്റെ നടുച്ചുവർ ഇടിച്ചുവല്ലോ. സ്വയമതിലില്ല ഭയമതിലില്ല, സ്വയമതിലില്ല ഭയമതിലില്ല. താതൻ തൻ ഗീതത്തെ തികപ്പതിനായി. സ്വയമതിലില്ല ഭയമതിലില്ല, താതൻ തൻ ഗീതത്തെ തികപ്പതിനായി. കരമുയർത്തി ദൈവത്തെ സ്തുതിക്കാം. അവ ക്രൂശിൽ പ്രശംസിപ്പാനുള്ള ഒന്നാമത്തെ കാരണം ആമേൻ ക്രൂശിൽ ചൊരിഞ്ഞ രക്തം. 2, ഈ ക്രൂശിൽ വെച്ച് ശത്രുത്വം ഇല്ലാതാക്കി.
രണ്ട് കാര്യം കൂടെ പറഞ്ഞ് എൻ്റെ പ്രസംഗം നിർത്താം. ക്രൂശിൽ പ്രശംസിപ്പാൻ മൂന്നാമത്തെ കാര്യം, നമുക്ക് വിരോധവും പ്രതികൂലമായ കൈയെടുത്ത് ക്രൂശിൽ തറച്ചു. കൊലോസ്യ ലേഖനം 2-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യം വായിച്ചാട്ടെ. അതിക്രമങ്ങളൊക്കെയും നമ്മോട് ക്ഷമിച്ച് ചട്ടങ്ങളാൽ നമുക്ക് വിരോധവും പ്രതികൂലവുമായിരുന്ന കൈയെഴുത്ത് മായ്ച്ച് ക്രൂശിൽ തറച്ച് നടുവിൽ നിന്ന് നീക്കിക്കളഞ്ഞു. അപ്പോൾ നമുക്ക് വിരോധവും പ്രതികൂലവുമായ ആ കൈയെടുത്ത് ക്രൂശിൽ വെച്ച് തറച്ചു എന്ന് പറഞ്ഞാൽ വിരോധവും പ്രതികൂലം. വിരോധം നമ്മൾ ഭാവിയായിരുന്നെന്നാ, അതാണ് നമുക്ക് വിരോധം. ഞാൻ നിങ്ങളുമെല്ലാം മഹാഭാവികളാണ്. പ്രതികൂലം എന്നതാ? ശിക്ഷാവിധി. നമുക്ക് പ്രതികൂലം ശിക്ഷാവിധിയായിരുന്നു, വിരോധം നമ്മൾ പാപികളായിരുന്നു. യേശു ഇത് രണ്ടും ആമേൻ ക്രൂശിൽ വഹിച്ചു എന്ന് യെശയ്യാ പ്രവചനം 53-ാം അധ്യായം 4-5 വാക്യത്തിൽ കാണുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ശാപവും പാപവും വിരോധമായിരുന്ന മുഴുവൻ യേശു കാൽവരി ക്രൂശിൽ നമുക്ക് വേണ്ടി വഹിച്ചു. വായിച്ച യെശയ്യാ പ്രവചനം 53-ാം അധ്യായത്തിന് 4-5 വായിച്ചേ. ദൈവത്തിന് മഹത്വം. നമ്മുടെ രോഗങ്ങളെ അവൻ വഹിച്ചു. നമ്മുടെ രോഗങ്ങളെ അവൻ വഹിച്ചു, നമ്മുടെ വേദനകളെ അവൻ ചുമന്നു. നാമോ ദൈവം അവനെ ശിക്ഷിച്ചും അടിച്ചും ദണ്ഡിപ്പിച്ചും ഇരിക്കുന്നു എന്ന് വിചാരിച്ചു. എന്നാൽ അവൻ നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മുറിവേറ്റു, നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം തകർന്നും ഇരിക്കുന്നു. നമ്മുടെ സമാധാനത്തിനുള്ള ശിക്ഷ അവന്റെ മേലായി. അപ്പൊ ശ്രദ്ധിക്കുക, ഈ വിരോധവും പ്രതികൂലമാകുന്ന കൈയെടുത്ത് ക്രൂശിൽ തറച്ചു. അവൻ വിരോധവും പ്രതികൂലവും എന്ന് പറഞ്ഞ വിരോധം പാപിയാണെന്ന്, പ്രതികൂലം നമുക്ക് ശിക്ഷാവിധി. ഇത് രണ്ടും യേശു കാൽവറിയിലെ ക്രൂശിൽ നമുക്ക് വേണ്ടി വഹിച്ചു. അവൻ പാപി എന്നുള്ള ആ മുദ്ര മാറ്റി വിരോധമായുള്ള ശിക്ഷാവിധിയിൽ നിന്ന് നമ്മെ രക്ഷിച്ചു. പത്രോസിന്റെയും യോഹന്നാന്റെയും ഒക്കെ ഭാഷ പറഞ്ഞാൽ ഇപ്പൊ നമുക്കൊരു നേരത്തെ വിരോധവും പ്രതികൂലമാ, വിരോധികളെന്നാ. സ്തോത്രം. വിരോധികളെന്നും പ്രതികൂലെന്നുമൊക്കെ പാപിയാണെന്നാ. എന്നാൽ ആ പേര് ക്രൂശിൽ വെച്ച് മാറ്റി ഇപ്പൊ നമുക്കൊരു പേര് തന്നു, കാൺമീൻ നാം ദൈവമക്കൾ. കാൺമീൻ നാം ദൈവമക്കൾ. ദൈവമക്കളെ, നമ്മൾ ഭാഗ്യശാലികളാ. അതുകൊണ്ടാണ് നമ്മൾ ക്രൂശിൽ പ്രശംസിക്കുന്നത്. വിരോധവും പ്രതികൂലമാകുന്ന കൈയെടുത്ത് മായിച്ച് ക്രൂശിൽ തറച്ച് നമ്മെ ദൈവമക്കളാക്കി തീർത്തു. അതുകൊണ്ടാണ് ക്രൂശിൽ പ്രശംസിക്കുന്നത്. ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തട്ടെ. സ്തോത്രം. 9:30 ആകുമ്പോഴാണല്ലോ യോഗം നിർത്തേണ്ടത്. ഈ വാച്ചയിൽ 5 മിനിറ്റ് കൂടെ ഉണ്ട്, കൃത്യം നിർത്തും. ചിലർക്ക് എന്നെപ്പറ്റി ഒരു ധാരണയുണ്ട്, അയാൾ സമയത്തും കാലത്തും നിർത്തുന്നവനല്ലെന്ന്. അതുകൊണ്ടായിരിക്കാം ചിലർ പെട്ടെന്ന് എഴുന്നേറ്റ് പോകുന്നത്. ചിലർ ചിന്തിക്കും, സ്തോത്രം, ഇന്ന് 10:30 ആയാലും പുള്ളി നിർത്തുമെന്ന് തോന്നുന്നില്ല, ഇരുന്ന് പോയാലും ഇവിടെ ഇരുന്ന് പോകും, എന്നാൽ പോയേക്കാന്ന് ഓർത്തായിരിക്കും. അല്ല, കൃത്യസമയത്ത് ഇന്ന് നിർത്തും, നാളെ ഇച്ചിരി നേരത്തെ പ്രസംഗിക്കും. ക്രൂശിൽ പ്രശംസിപ്പാൻ കാരണം ഈ ക്രൂശിൽ പ്രശംസിപ്പാനുള്ള 4-ാമത്തെ കാരണം, കൊലോസ്യ ലേഖനം 2:15 പഠിക്കുമ്പോൾ ക്രൂശിൽ ജയോത്സവം കൊണ്ടാടി. അതുകൊണ്ടാണ് ക്രൂശിൽ പ്രശംസിക്കുന്നത്. വായിച്ച മോള് 2-ാമത് കൊലോസ്യ ലേഖനം 2:15. വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ച് ക്രൂശിൽ അവരുടെ മേൽ ജയോത്സവം ക്രൂശിൽ ഒന്നുകൂടെ വായിച്ച 15-ാം വാക്യം. വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ച് ക്രൂശിൽ അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി. ക്രൂശിൽ അവന്റെ മേൽ ജയോത്സവം കൊണ്ടാടി. ദൈവത്തിന് സ്തോത്രം. ആ ആയുധവർഗം എന്താന്ന് ചോദിച്ചാൽ മരണം. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം മുതൽ പഠിക്കുമ്പോൾ പാപനിമിത്തമാണ് മരണം പ്രവേശിച്ചത്. ആ മരണമാണ് ആയുധവർഗം. ഈ ആയുധവർഗം എടുത്താണ് പിശാച്, പഴയ പാമ്പ് പിശാച് ആദ്യം മുതൽ പ്രവർത്തനം തുടങ്ങിയത്. കൊല്ലിക്കുന്നു മരണം. എന്നാൽ ആ ആയുധവർഗം യേശു കാൽവറിയിൽ വെപ്പിച്ചു. തൻ്റെ മരണത്താൽ മരണത്തിൻ്റെ അധികാരിയാകുന്ന പിശാചിനെ തൻ്റെ മരണത്താൽ പരാജയപ്പെടുത്തി മരണഭീതികളിൽ അടിമപ്പെട്ട് കിടന്ന എന്നെയും നിന്നെയും യേശു രക്ഷിച്ചു. ഈ ആയുധവർഗം വെപ്പിച്ചത് ക്രൂശിലാ. അതുകൊണ്ടാണ് ക്രൂശിൽ പ്രശംസിക്കുന്നത്. എന്ന് പറഞ്ഞാൽ നമുക്ക് ക്രൂശിൽ നമുക്ക് ജയം കൊണ്ടാടി. എന്തുവാ നമ്മുടെ ജയം? കുഞ്ഞാടിൻ്റെ രക്തനിമിത്തമാണ് നമുക്ക് ജയം. അതിന് ജയോത്സവം എന്നാ പറയുന്നത്. നമുക്ക് ജയോത്സവമുണ്ട്. ഇവിടെ ക്രൂശിൽ. എന്തിലൊക്കെയാ ജയോത്സവം? 1 സാത്താൻ്റെ മേൽ, 2 ജഡത്തിൻ്റെ മേലെ, 3 ദ്രവ്യാഗ്രഹത്തിൻ്റെ മേൽ, 4 മരണത്തിൻ്റെ മേൽ. അതൊന്നും വിസ്തരിക്കുന്നില്ല, വാക്യങ്ങൾ എടുപ്പിക്കുന്നില്ല. ഇന്ന് രാത്രി
എനിക്ക് നിങ്ങൾക്കും പ്രശംസിപ്പാൻ കാരണം ക്രൂശിൽ യേശു ജയോത്സവം കൊണ്ടാടി. മരണത്തിൻ്റെ അധികാരിയാകുന്ന പിശാചിനെ തൻ്റെ മരണത്താൽ പരാജയപ്പെടുത്തി അവൻ്റെ ആയുധവർഗം ക്രൂശിൽ വെപ്പിച്ച് യേശു അതിൻ്റെ മേൽ ജയം കൊണ്ടാടി. ഇന്ന് രാത്രി എനിക്ക് നിങ്ങൾക്ക് പ്രശംസിപ്പാൻ കാരണം ക്രൂശിന്മേൽ ജയമുണ്ട്. ജീവിതത്തിൽ പരാജയവും തകർച്ചകളും പാളിച്ചകളും വന്ന് ആരെങ്കിലും ഇന്ന് രാത്രി എന്നെ കേൾക്കുന്നെങ്കിൽ ഈ പ്രഥമ രാത്രിയിൽ പറയട്ടെ, നിനക്ക് ക്രൂശിൽ ജയമുണ്ട്. ക്രൂശിൽ വെച്ച് ശത്രുത്വമില്ലാതാക്കി, പ്രൈസ് ദി ലോർഡ്, ക്രൂശിൽ വെച്ച് ഇരുപക്ഷത്തെ ഒന്നാക്കി. ഇന്ന് രാത്രി ആ കർത്താവിൻ്റെ ക്രൂശിൽ നമുക്കൊന്ന് പ്രശംസിക്കാം. ഇന്ന് രാത്രി ഒന്ന് സമർപ്പിക്കുക. എല്ലാവരും ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിക്കുക. യേശുവേ, എന്നെ ഇന്ന് രാത്രി രക്ഷിക്കണം. യേശുവേ, എൻ്റെ പാപങ്ങളെ അവിടുന്ന് മോചിക്കണം. യേശുവേ, ഇന്ന് രാത്രി എന്നെ വിടുവിക്കണം. എൻ്റെ ഉള്ളത്തിലേക്ക് അവിടെ നിന്ന് എഴുന്നള്ളി വരണം. ആര് പ്രാർത്ഥിക്കും അവരെ ഇന്ന് രാത്രി യേശു രക്ഷിക്കും. ആ ക്രൂശിൽ പ്രശംസിക്കണം. ക്രൂശിലായിരിക്കണം നമ്മുടെ ആമേൻ പ്രശംസ. ഇന്ന് രാത്രി കർത്താവിൻ്റെ കാൽവരി ക്രൂശിലേക്ക് കൺകൾ ഉയർത്തുക. ആമേൻ. മനുഷ്യവർഗത്തിൻ്റെ പാപം വഹിച്ചുകൊണ്ട് മനുഷ്യവർഗത്തിൻ്റെ ശാപദോഷങ്ങൾ മാറ്റുവാൻ ഒരുവൻ കാൽവരി ക്രൂശിൽ നമുക്ക് വേണ്ടി യാഗമായി ഇന്ന് രാത്രി ക്രൂശിങ്കിലേക്ക് കൺകൾ ഉയർത്തുക. ആമേൻ. വാണികളാൽ തൂങ്ങപ്പെട്ട് കിടക്കുന്നവൻ, കണ്ടാൽ ആളല്ലെന്ന് തോന്നുമാറ് വിരൂപമാക്കപ്പെട്ടവൻ, മുഖമെല്ലാം ആമൻ രോമങ്ങൾ പിടിതെടുത്ത് വീർത്ത് നീര് വെച്ച് മുൾക്കിരീട ധാരിയായി മുഖത്ത് ആമനതെ വിരൂപമായി കണ്ണ് മൂടിക്കെട്ടി കന്നത്തടിയേറ്റ് ആമൻ കാർക്കിച്ച് തുപ്പലേറ്റ് അതിനിന്ദിതനായി ആമൻ പീഡകളാലും പങ്കപ്പാടുകളാലും സഹിച്ച് മുതുക ഉടവുചാല് പോലെ നീളത്ത് കീറപ്പെട്ടവനായി ആ കാൽവറിയുടെ അവരുവരി മാർവിൽ ആമൻ ദുഷ്പ്രവർത്തിക്കാരുടെ നടുവിൽ ഇരുമ്പാണുകളിൽ തൂങ്ങപ്പെട്ട് കിടക്കുന്ന യേശുവിനെ ഇന്ന് രാത്രി നോക്ക്. നിനക്ക് ആമൻ രക്ഷയാ. എനിക്കോ നമ്മുടെ കർത്താവാകുന്ന യേശു ക്രിസ്തുവിൻ്റെ ക്രൂശിലല്ലാതെ പ്രശംസിപ്പാൻ ഇടവരരുത്. ആ ക്രൂശിൽ വെച്ച് ശത്രുത്വമില്ലാതാക്കി, ക്രൂശിൽ വെച്ച് നിരപ്പുണ്ടാക്കി, ക്രൂശിൽ വെച്ച് സമാധാനമുണ്ടാക്കി, ക്രൂശിൽ നമുക്ക് ജയമുണ്ട്. എല്ലാവരും ഇന്ന് രാത്രി പ്രാർത്ഥിച്ചാൽ